ഹല്ലേലൂയ. സന്തോഷമുള്ള ദൈവമക്കൾ കൈകളെ ഉയർത്തി കർത്താവിനെ മഹിമപ്പെടുത്താമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടെ ഹൃദ്യമായ സ്നേഹം, വന്ദനം കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രകാശിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ബഥേൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പതിറ്റാണ്ടുകളായിട്ട് കർത്താവ് അതിശക്തമായി സാക്ഷ്യമായും പ്രവചന ദൂതുകളായും ആലോചനയായും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോണി പാസ്റ്ററെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഡിവൈൻ ലൈഫ് ഫെലോഷിപ്പിൻ്റെ ഹൃദ്യമായ സ്വാഗതവും സ്നേഹവന്ദനവും ഒരിക്കൽ കൂടെ ഞാൻ സഭയ്ക്ക് വേണ്ടി പ്രകാശിപ്പിക്കുന്നു. കർത്താവിൻ്റെ രാത്രിയിൽ തുടർന്നുള്ള സമയങ്ങൾ ബഹുമാന്യ ദൈവദാസനിലൂടെ സംസാരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി സ്തോത്രം. തുടർന്നുള്ള സമയങ്ങൾ പ്രിയ പാസ്റ്റർ നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കാം. പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലെ അദ്ദേഹത്തിന് ശുശ്രൂഷിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് പ്രാർത്ഥനയോടെ ആലോചനകൾക്കായി ചെവിയോർക്കാം. പിതാവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാമല്ലോ? പിതാവിന്റെ സന്നദ്ധയിലായിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിന്റെ കൃപയാൽ ഖത്തറിലുള്ള ഈ ഡിവൈൻ ന്യൂ ലൈഫ് ഫെലോഷിപ്പ് ചർച്ചിൽ വരാൻ ദൈവം എനിക്കൊരു അവസരം ഒരുക്കി. ഞാൻ സ്നേഹിക്കുന്ന പല പ്രിയപ്പെട്ടവരും ആ ചർച്ചിൽ ആരാധിക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് അവിടെ കടന്നു വരാനുള്ളൊരു സാവകാശം ദൈവം ഒരുക്കി തന്നു. അങ്ങനെ പ്രിയ പാസ്റ്ററെ പരിചയപ്പെടാനും സണ്ണിച്ചാനെ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ പരിചയപ്പെടുവാൻ ദൈവം അവസരങ്ങൾ നൽകി. ആ പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ ദൈവദാസനോടും സഭയോട് ഒരുമിച്ച് ദൈവസന്നദ്ധിയിൽ ചെലവഴിക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹവും സന്തോഷവും എല്ലാ നിലയിലും അത് നന്മയും അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീർന്നു. അന്ന് മുതൽ പല ദൈവമക്കളുമായി പ്രത്യേക ബന്ധങ്ങൾ അനുഭവപ്പെടാൻ പല അവസരങ്ങൾ പിന്നീടും ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത് വന്നപ്പോഴും അവിടെ വരാനുള്ളൊരു അവസരം കർത്താവ് എനിക്ക് നൽകി. അതെല്ലാം ഓർത്തിയും കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവം ഉപയോഗിക്കുന്ന ഒരു പാസ്റ്ററും നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുമായി കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവദാസന്മാരെ സ്നേഹിക്കുന്ന, മാത്രമല്ല തമ്മിൽ വളരെ സ്നേഹവും കരുതലുമുള്ള ഒരു കൂട്ടം ദൈവജനത്തിന്റെ മധ്യത്തിൽ ചില ദിവസങ്ങളായിരിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത വളരെ നല്ലൊരു ഓർമ്മയാണ്. അത് ഓർത്തിക്കാൻ ശ്രദ്ധിക്കുന്നു. പ്രത്യേകിച്ച് പ്രേംകുമാർ ബാസയെ പരിചയപ്പെടാൻ കഴിഞ്ഞതും ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി മാറി. ഈ കഴിഞ്ഞ ചില നാളുകളായി ഞങ്ങളുടെ ചർച്ചിൽ തുടർമാനമായി ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാൻ വളരെ അനുഗ്രഹിക്കപ്പെടുന്ന നിലയിൽ വളരെ പ്രയോജനപ്പെടുന്ന രീതിയിൽ സഭയ്ക്ക് വലിയ ആത്മീയ അഭിവൃദ്ധി ഉണ്ടാകുന്ന നിലയിൽ പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗൺ കാലയളവിൽ വളരെ ശക്തമായ ദൈവവചന പഠനം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ദൈവം അവസരമൊരുക്കി. അത് ഈ ദിവസങ്ങളെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച വരെയും ഉണ്ടായിരുന്നു. ഇനിയും തുടർന്നും കർത്താവ് അനുവദിക്കുന്ന സമയം വരെ അങ്ങനെ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ കർത്താവിന്റെ കൃപയിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ നിലയിലും ഒരു നന്മ അനുഭവിപ്പാൻ, ഒരു അനുഗ്രഹം പ്രാപിക്കാതെ എനിക്ക് മാത്രമല്ല, എൻ്റെ മക്കൾക്ക് മാത്രമല്ല, സഭയിലുള്ള എല്ലാ ദൈവമക്കൾക്കും അതിൽ അനുഗ്രഹമായി തീരുവാൻ എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് ഓരോ ആഴ്ചയും, ഈ കഴിഞ്ഞ നാൾ വരെ ഓരോ ആഴ്ചയും
ആളുകൾ വലിയ താല്പര്യത്തോടെ തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കാത്തിരുന്നു. അത് ഇതുവരെ ഞങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ദൈവം അനുവദിക്കുന്ന സമയം വരെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താൻ കൃപയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇന്ന് രാത്രി നിങ്ങളോട് ഒരുമിച്ച് കിട്ടിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ലോകം മുഴുവൻ നേരിടുന്ന ഈ വലിയ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, ഇനി ജോലി എന്താകും, ഭാവി എന്താകും, നാളെ എന്തായിത്തീരും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എന്താകും, ബിസിനസ് എന്താകും, ശുശ്രൂഷ എന്താകും, ഇങ്ങനെ നോക്കുമ്പോൾ എന്തും എല്ലാ കാര്യങ്ങളിലും ഇനി എന്തായി തീരുമെന്നറിയാൻ കഴിയാത്തൊരു വലിയ ലോകം മുഴുവൻ, ഒരു സ്ഥലത്തെയോ വ്യക്തിയോ കുടുംബങ്ങളെയല്ല, ലോകം മുഴുവൻ നേരിടുന്ന ഒരു വലിയ പ്രതികൂലത്തിന്റെയും പ്രതിസന്ധിയുടെ നടുവിൽ നമ്മുടെ ദൈവത്തെ സ്നേഹിക്കാനും സേവിക്കാനും വിശ്വസിക്കാനും ആശ്രയിക്കാനും ആരാധിക്കാനും ദൈവം നമുക്ക് ഇതിന്റെ ഭാഗ്യം ഒരുക്കിയത് ഓർത്തിൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇങ്ങനൊരു കാലം ദൈവം നമുക്കൊരുക്കി. അടയാത്തത് സ്വർഗവാതിലുകളാണ്. പ്രാർത്ഥനയുടെ വാതിലുകൾ മാത്രം അടഞ്ഞിട്ടില്ല. കർത്താവിന്റെ ശബ്ദം കേൾക്കാനുള്ള വഴി ഇതുവരെയും അടഞ്ഞിട്ടില്ല. ദൈവവചനത്തിന് ബന്ധനമില്ല. വചനം ഒരു ബന്ധനം കൂടാതെ ദൈവം നമുക്ക് വേണ്ടി പൊഴിച്ചു നൽകിക്കൊണ്ടിരിക്കുന്നു. ആ സാന്നിധ്യം നാം ഇരിക്കുന്നിടത്ത് ഇറങ്ങി വരികയാണ്. നാം കാത്തിരിക്കുന്ന ദൈവത്തെയാണെങ്കിൽ, ആസക്തി ദൈവത്തെയാണെങ്കിൽ, അതാരും ചോദിച്ചതിലും പ്രതീക്ഷയിലൊക്കെ അപ്പുറത്ത് ദൈവം നമ്മുടെ മേൽ അത് പകർന്നുകൊണ്ടിരിക്കുന്നതിനാൽ, നൽകിക്കൊണ്ടിരിക്കുന്നതിനാൽ വളരെ ഒരുക്കത്തോടെ ഈ നാളുകളിൽ ദൈവത്തോടുകൂടെ ചേർന്ന് ഉണർത്തപ്പെട്ട് മുന്നോട്ട് പോകുവാൻ എല്ലാവരും ഒരുങ്ങേണ്ട സമയമാണ്. വളരെ വേദനപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ ഈ കഴിഞ്ഞ മാസങ്ങളായി ലോക്ക്ഡൌൺ നിമിത്തം അനേക ദൈവദാസന്മാർ, ഞാൻ കേട്ട ഒരു കാര്യം, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഞാൻ പറയുകയാണ് പ്രാർത്ഥനയ്ക്കായി. ആരാധന ലഭിക്കാത്തതിനാൽ, പ്രാർത്ഥന ലഭിക്കാത്തതിനാൽ, ശുശ്രൂഷിക്കാൻ കഴിയാത്തതിനാൽ, സൂക്ഷിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതെ പോയതിനാൽ, ഒരുമിച്ചുകൂടി ആരാധിക്കാൻ കഴിയാത്തതിനാൽ, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നപ്പോൾ ക്ഷീണിച്ചു പോയ, തളർന്നു പോയ, ഇനി ഇതെന്താകുമെന്ന് അറിയാതെ വേദനിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ച് അടുത്ത നാളുകളിൽ പലതും കേൾക്കാനിടയായി. വിശ്വാസികളിൽ ഒരു മടുപ്പ് നേരിട്ടിരിക്കുകയാണ്. പാസ്റ്റർമാരിൽ ഒരു വലിയ മടുപ്പ് സംഭവിച്ചിരിക്കുകയാണ്. എല്ലാവരിലുമല്ല, എന്നാൽ പ്രതീക്ഷിക്കാതെ അനേകർ ഉണർന്നു കഴിഞ്ഞു. വലിയ വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു സൈഡിൽ വലിയൊരു ഉണർവുണ്ടാകുന്നു, ഒരു സൈഡിൽ വലിയ ആത്മാവിന്റെ ഇടപെടൽ പലരും അനുഭവിക്കുന്നു. ഇതുവരെ ഇല്ലാത്ത ആത്മീയ ചൈതന്യത്തിലേക്ക് പലരും നയിക്കപ്പെടുന്നതായി അറിയാൻ കഴിയും, അനുഭവിക്കാൻ ഞങ്ങൾക്കും പറ്റിയിട്ടുണ്ട്. എന്നാൽ മറുസൈഡിൽ തളരുന്ന ഒരു കൂട്ടം ആളുകൾ. കഴിഞ്ഞ ദിവസം പറയുന്ന അമേരിക്കയിലെ അറ്റ്ലാന്റയിലെ ഒരു ചർച്ചിൽ 10,000 ആളുകൾ കൂടുന്ന ചർച്ചിൽ ഈ ലോക്ക്ഡൌൺ കാലത്തിൽ 3000 പേര്, 3000 കുടുംബങ്ങൾ പുതിയ മെമ്പർഷിപ്പ് എടുത്തുന്നവർ. സഭ അടഞ്ഞു കിടക്കുമ്പോൾ ഓൺലൈൻ വഴിയുള്ള മീറ്റിംഗുകൾ നടക്കുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് 3000 പേര് പുതിയതായിട്ട് ചേർന്നത്. രണ്ടും സംഭവിക്കുക. ഒരു സൈഡിൽ ചർച്ചുമായി ബന്ധമില്ലാതിരുന്നവർ, ആരാധനയില്ലായിരുന്നവർ അതിനുവേണ്ടി ഓടുന്നു, അതിൽ വന്ന് ചേരാൻ വേണ്ടി പുതിയതായി ഉണർത്തപ്പെട്ടു വരുന്നു. അപ്പോൾ ഒരു സൈഡിൽ തളർന്നു പോയ, ക്ഷീണിച്ചു പോയ ആളുകളെ കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ, അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ, ചിലർ വിചാരിക്കുന്നത് ഇതിങ്ങനെ പോയാൽ വളരെ സൗകര്യമാണ്, വളരെ എളുപ്പമായൊരു പരിപാടിയാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഇതിനകത്തിരിക്കുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാനും പറ്റുന്നവരുണ്ട്. കഴിഞ്ഞ സാറിനോട് പറഞ്ഞ പോലെ
പിന്നെ അച്ചായൻ പ്രാർത്ഥിച്ച് അവസാനിക്കുമെന്ന് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു, പപ്പ പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ആരാധന നെടുക്ക് പല്ല് വയ്ക്കാനും കറി വയ്ക്കാനും ജോലി ചെയ്യാനും കടയിൽ പോകാനും പാല് മേടിക്കാനൊക്കെ അതും ഒരു ഉപകാരമായി കാണുന്നവരുണ്ട്. പക്ഷെ അതൊരു ഉപകാരമായിട്ടൊന്നും ആരും കാണരുത്, ശാപമായിട്ടേ കാണാവൂ. ദൈവത്തെ ആരാധിക്കാൻ ദൈവം തന്നിരിക്കുന്ന അവസരങ്ങൾ വേറെ ആരും കാണുന്നില്ലെങ്കിൽ അഗ്നിയാലിക്കത്തെ കണ്ണുള്ളവൻ, നമ്മൾ ഹൃദയരഹസ്യങ്ങളിൽ അറിയുന്നവൻ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നതിനാൽ ആ ദൈവഭയത്തോടെ, ദൈവസാന്നിധ്യ ബോധത്തോടെ, ഏകാഗ്രതയോടെ ഈ വിഷയത്തിൽ തന്നെ വിശ്വസ്തരായിരിക്കുന്നെങ്കിൽ ഇങ്ങനെ ഇപ്പോൾ കഴിയുന്നുള്ളൂ. വാസ്തവവിശ്വാസികളൊന്നും കാണുന്നില്ല. അഗ്നിയാലിക്കത്തെ കണ്ണുള്ളവൻ എന്നെ കാണുന്നെന്നുള്ള ആ വലിയ ഭയത്തോടും ബോധ്യത്തോടും ഏകാഗ്രതയോടും കൂടെ വളരെ ജാഗ്രതയോടെ ദൈവത്തെ കാത്തിരിക്കുവാൻ ദൈവം നിങ്ങളെല്ലാം ഉണർത്തുവാൻ വേണ്ടി ഇപ്പോൾ കുറഞ്ഞു വരുന്നതായി പലയിടത്തും ഇങ്ങനെ ഇപ്പോൾ ഈ മീറ്റിങ്ങിലും ആളുകൾ കുറയുന്നതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പറയുന്നൊരിക്കലും തിരിച്ചു വരാൻ കഴിയാതെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന മടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നടുവിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഈ വലിയ അവസരങ്ങൾ, ആരാധനയായാലും ഉപവാസ പ്രാർത്ഥനയായാലും കൂട്ടായ്മയായാലും, ഇതൊന്നും കുറഞ്ഞു പോകരുത്, മുടങ്ങരുത്, തടയപ്പെടരുത്, ഒരിക്കലും ഉദാസീനരാകരുത്. ഇത് മറ്റാരും കാണുന്നില്ലെങ്കിലും സ്വർഗം കണ്ടുകൊണ്ടിരിക്കുന്നതിനാൽ അത് അനുഗ്രഹത്തെ ബാധിക്കുന്നതാണ്, ആത്മീയത്തെ ബാധിക്കുന്നതാണ്, അത് കാണുന്ന കുഞ്ഞുങ്ങളെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതുകൊണ്ട് ഞാനൊരു മുഖവരിയായിട്ട് പറയുന്നു, ഇതിനോട് ബന്ധത്തിൽ കാണിക്കുന്ന മടുപ്പും ഉദാസീനതയും അലസതയെല്ലാം ജീവിതത്തെ ബാധിക്കും, ആത്മീയത്തെ ബാധിക്കും, നിലനിൽപ്പിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് എല്ലാ ദൈവമക്കളും ദൈവം ജീവിതം ഒരുക്കി തന്ന ഈ വിലപ്പെട്ട അവസരങ്ങൾ, സമയങ്ങൾ ചേർന്ന് പാടുവാൻ, ചേർന്ന് കൂടുവാൻ, ഒരുമിക്കുവാൻ, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ദൈവത്തിന് ഒരുമിക്കുവാൻ, ഉപവസിക്കാൻ, പ്രാർത്ഥിക്കാൻ, ഒന്നും മുടക്കാൻ ദൈവം അനുവദിക്കുന്നില്ല. ഇതൊന്നും മുടങ്ങേണ്ടി വന്നിട്ടില്ല. ദൈവമായി ബന്ധമുള്ളവൻ ഇതൊന്നും മുടങ്ങിയിട്ടില്ല, മുടക്കുകയുമില്ല. ഈ വാതിൽ മാത്രം അടഞ്ഞിട്ടില്ല, ദൈവത്തെ വിളിക്കാനുള്ള വാതിൽ അടഞ്ഞിട്ടില്ല. ആ പാതിപീഠം തടയാൻ ആർക്കും പറ്റുകയില്ല. ദൈവദിനത്തിന് ബന്ധനമില്ല. ഇതെല്ലാം ദൈവത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ലഭിച്ച അവസരങ്ങൾ ഒരിക്കലും ആരും ഉദാസീനരായി ലക്ഷ്യമായി കാണരുതെന്ന് ഞാൻ മുഖവരിയായി ഓർപ്പിക്കുന്നത് മാത്രമുള്ളൂ. ദൈവം സഹായിക്കട്ടെ. അങ്ങനെ ആ സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹിക്കായി സ്തോത്രം. വളരെ പരിചയമുള്ള ചില വചനഭാഗങ്ങൾ പങ്കുവയ്ക്കുവാനും എൻ്റെ അനുഭവ സാക്ഷ്യത്തിന്റെ നിങ്ങൾ വല്ലതും കേട്ടിട്ടുള്ളവരുണ്ട്. ഈ അനുഭവ സാക്ഷ്യം മാറ്റി പറയാൻ പറ്റുന്നില്ല. അതൊരിക്കൽ പറഞ്ഞത് തന്നെയാണ് പിന്നെയും പറയാൻ പറ്റും. വചനം മാറ്റി ദൂത് പറയുന്ന പോലെ ഇത് മാറ്റി പറയാൻ പറ്റില്ലല്ലോ. ഒരുപക്ഷെ കേട്ടവരുണ്ടെങ്കിലും അതിൽ ചില ഭാഗങ്ങളൊന്ന് ഇന്ന് എന്നെ ദൈവാത്മാവ് ഞാൻ എന്നോട് ഇരുന്നപ്പോൾ രാവിലെ മുതൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് എന്നെ ഇങ്ങനെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചത് കൊണ്ട് അത് ചിലക്കെങ്കിലും പ്രയോജനമായി തീരുമെന്നുള്ളത് കൊണ്ട് ഞാൻ ചില ഭാഗങ്ങൾ ഓർപ്പിക്കുവാൻ കർത്താവിനെ ശരണപ്പെടുന്നു. ഇപ്പോഴും എല്ലാ ദിവസവും നിങ്ങൾ വചനം കേൾക്കുന്നവരാണ്. നല്ലൊരു പാസ്റ്ററെ, വചനം നിറച്ച് വെച്ചിരിക്കുന്ന ഗോഡൗൺ പോലെയുള്ളൊരു പാസ്റ്ററെ, വചനത്തിന്റെ ഗോഡൗണാണെന്ന് എനിക്ക് തോന്നി കഴിഞ്ഞ ദിവസം. ഇതുപോലെ ഒഴുക്ക്, അതായത് നമ്മളൊരു മണിക്കൂർ കൊണ്ട് പറയുന്നത് പാസ്റ്റർ 1 മണിക്കൂർ 3 മണിക്കൂറിന്റെ പവർ ശക്തിയാണ്. ഇത്രയും വചനങ്ങൾ ശേഖരിച്ച് ഈ പ്രായത്തിൽ അതിൽ നല്ല ആലോചനകളും വചനങ്ങളും അറിവുകളും കർത്താവിൽ നിന്ന് ലഭിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ദാസനെ നിങ്ങൾക്ക് ലഭിച്ചു. അത് തന്നെ ഡിവൈൻ ന്യൂ ലൈഫ് ചർച്ചിന്റെ ഒരു അനുഗ്രഹമാണ്. അവിടെ എന്നെ പോലുള്ളവർ ഇങ്ങനെ വന്ന് രക്ഷപ്പെട്ടു പോകാനും ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നോക്കിയാണ് രക്ഷപ്പെട്ടു.
അതൊരു ഭാഗ്യമാണ് ദൈവമക്കളെ. അത്രയും അതൊരു അനുഗ്രഹമാണ്. ഞാൻ അതുകൊണ്ട് എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നല്ലൊരു ഒത്തിരി പഠിച്ച് ഒരുങ്ങി പ്രാപിച്ച് സ്തോത്രം ചെയ്യുന്നു. ചില തലയൊക്കെ നരച്ച് ഒരു ചെറിയ പ്രായത്തിൽ വലിയൊരു അപ്പച്ചന്റെ ലുക്കിൽ നിന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവിക ശുശ്രൂഷ ചെയ്യുന്നത് ഒരു വലിയ പരിജ്ഞാനത്തോടെ ചെയ്യുന്നത് ഒരു അനുഗ്രഹമാണ്. ആ സഭയിലുള്ള എല്ലാവരെയും ഒരുമാതിരി എല്ലാവരെയും എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവരുടെയും പേരൊക്കെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ നടക്കുന്നില്ല. നമുക്ക് ദിവസത്തിനുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കാം. 91 സങ്കീർത്തനം അതിന്റെ 14-ാമത്തെ വാക്യം, 14-15 വാക്യങ്ങൾ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ്സുള്ള ഞാൻ അവനെ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ ഞാൻ അവനെ കാണിച്ചു. വളരെ പരിചയമുള്ള വാക്യം. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രത്യേകത, മുഴുലോകത്തിന്റെ ഉടയവനായ സർവശക്തനായ ദൈവത്തോട് പറ്റിയിരിക്കുവാൻ, ഒരു മനുഷ്യന്റെ അരയോട് കച്ച പറ്റിയിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ബെൽറ്റ് ഒരു മനുഷ്യന്റെ അരയിൽ മുറുകിയിരിക്കുന്നത് പോലെ ദൈവമായ ബന്ധത്തിൽ ചേർന്ന് നടക്കുന്ന ആ ബന്ധം അതുപോലെ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരനുഭവം, അതൊരു വിടുതലിലേക്ക് നയിക്കുന്നതാണ്. വിടുതലുകൾ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ അവനെ വിടുവിക്കുമെന്ന് പറയുന്ന ഒരു അനുഭവം. അതുകൊണ്ട് ദൈവത്തെ കാത്തിരിക്കുക എന്നല്ല നമ്മൾ പറയുന്നത്. വേറെ പല വാക്കുകളുണ്ട്. ദൈവത്തോട് ഒട്ടിയിരിക്കുക, ചേർന്നിരിക്കുക, പറ്റിയിരിക്കുക, അടുത്തിരിക്കുക. ആ ചേർന്നിരിക്കുന്ന ആളൊന്നുമല്ലെങ്കിലും ആരുമല്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും, അറിവില്ലെങ്കിലും കഴിവില്ലെങ്കിലും വിദ്യാഭ്യാസമില്ലെങ്കിലും യോഗ്യതയൊന്നും പറയാനില്ലെങ്കിലും, കേറി മുട്ടി അല്ലെങ്കിൽ തൊട്ടിരിക്കുന്നത് പറ്റിയിരിക്കുന്നത് എല്ലാം ഉള്ളവനോടായതിനാൽ ജ്ഞാനം നൽകുന്നത്. നിങ്ങളൊരു ജ്ഞാനം കുറവാകുന്നെങ്കിൽ ഫലസിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന അതോട് യാചിക്കേണ്ടെന്നുള്ള അവന് ലഭിക്കും. ഇല്ലാതിരിക്കുന്നോ ആ ഇല്ലായ്മ മുഴുവൻ തീരുന്ന ഒരു സ്ഥലം, എന്ത് അസാധ്യമായിരിക്കുന്നോ ആ സാധ്യതയെ സാധ്യമാക്കുന്ന ഒരു ബന്ധം, എന്താണോ, അല്ലെങ്കിൽ എത്ര നിസാരനാണെങ്കിലും ഒന്നുമില്ലാത്തവനാണെങ്കിലും നമ്മൾ കയറി മുട്ടിയിരിക്കുന്നു എന്നൊക്കെ കയറി മുട്ടിയേക്കുന്നവരോട് പറയുന്ന പോലെ ചേർന്നിരിക്കുന്നത്, ഒട്ടിയിരിക്കുന്നത്, പറ്റിയിരിക്കുന്ന ദൈവത്തോടാണെങ്കിൽ ദൈവത്താൽ ഒരു വിടുതൽ ഉണ്ടാകും. അവൻ എന്റെ നാമത്തെ, വേറൊരു കാര്യം, ആരോടാ അടുത്തിരിക്കുന്നേ, ആരോടാ ചേർന്നിരിക്കുന്നേ, ആ ആളിൽ നിന്ന് കേൾക്കുകയും അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴേ ഈ നാമത്തിന്റെ വില അറിയൂ. അതാണ് മലാക്കി പ്രവാചകൻ പറഞ്ഞു, ഞാൻ അപ്പനാണെങ്കിൽ എന്നുള്ള ബഹുമാനം എവിടെ? ഞാൻ യജമാനനാണെങ്കിൽ എന്നുള്ള ഭക്തി എവിടെ? അപ്പോൾ അപ്പനായി അറിയുന്ന, യജമാനനായി അറിയുന്ന, ഭക്തിയോടെ അറിയുന്ന, ഭയത്തോടെ അറിയുന്ന ആ അറിവ്, എന്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. ആ നാമം ഉന്നതമായിരിക്കുന്നത് പോലെ എല്ലാ നാമങ്ങൾക്കും മേലായ നാമമായി ഉയർത്തപ്പെട്ടിരിക്കുന്ന നാമമാകയാൽ, ആ നാമം ഉയർത്തപ്പെട്ടതാകയാൽ പറ്റിച്ചേർന്നിരിക്കുന്ന നമ്മളും ആ നാമത്താൽ ഉയർത്തപ്പെടും.
അതാണ് അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. എങ്കിലും ഒരു കാലമുണ്ട്, കഷ്ടകാലം എന്ന് പറയുന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷെ പറ്റിയിരിക്കുമ്പോഴാണെങ്കിൽ ഇത് വരുന്നേ, നാമത്തെ അറിയുമ്പോഴാണ് ഇത് വരുന്നെങ്കിൽ, ദൈവത്തോട് പറ്റിയിരിക്കുന്നവനാണ് കഷ്ടകാലമെങ്കിൽ, ആ നാമത്തെ അറിയുന്നവനാണ് കഷ്ടകാലമെങ്കിൽ, അവിടം കൊണ്ട് അവസാനിക്കുകയല്ല, ലജ്ജിച്ചു പോവുകയല്ല, അവൻ മഹത്വപ്പെടുന്ന, മാനിക്കപ്പെടുന്ന, വ്യത്യസ്തരായി തീരുന്ന, അനുഗ്രഹിക്കപ്പെടുന്ന ഒരവസ്ഥയും ദീർഘായുസ് അനുഭവിക്കുന്ന ഒരു കാലമായി മാറുക. ദൈവസുഖമായിട്ട് ഞാൻ ഈ വിഷയം ഓർപ്പിച്ചത്, ഈ നാളുകളിൽ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കാൻ ഞാൻ ഉള്ള പരിചയമുള്ള ലളിതമായ വാക്കുകൾ ഉപയോഗിക്കുന്നു. 84-ാം സങ്കീർത്തനം, അതിന്റെ 4, 5, 6, 7 വാക്യങ്ങൾ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, നിങ്ങളുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ടാകും. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഇവിടെയും ആ വാക്കിനോട് ചേർന്നൊരു വാക്യമാണ്, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യം. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ആലയത്തിൽ പോയി, ചർച്ചയിൽ പോയി, സഭാവോളിൽ പോയി കുത്തിയിരിക്കുന്നല്ല. ആരാധനയുടെ, അതായത് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിച്ചു. ജീവിതം ഒരു ആരാധനയായി മാറി, അത് ആലോചനകളായി മാറി, അതൊരു അനുഭവമായി മാറി. ജീവിച്ചത് ഒരു ആരാധനാന്തരീക്ഷത്തിലാണ്. ദൈവമുള്ളിടത്താണല്ലോ ആരാധന ഉണ്ടാകുന്നത്. ദൈവത്തുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ ആ സാന്നിധ്യം വെളിപ്പെടുമ്പോഴാണല്ലോ ആരാധന. മഹത്വം കൊടുക്കുന്നത്, രുചിച്ചു നോക്കുന്ന യഹോവ നല്ലവനെ രുചിച്ചു നോക്കുകയും നല്ലവനെ രുചിച്ചറിയുന്ന അനുഭവം. അപ്പൊ ആ ആരാധനയുടെ അനുഭവത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി, ആരാധനാന്തരീക്ഷത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അതാണ് നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ. അവരൊരു കാറിൽ കയറുമ്പോൾ തന്നെയുള്ളെങ്കിൽ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു ആരാധനാന്തരീക്ഷത്തിലേക്ക് മാറുകയാണ്. പാടാൻ തോന്നുന്നു, ദൈവം നല്ലവനല്ലോ എന്ന് പറയാൻ തോന്നുന്നു, വന്ന വഴികളെ ഓർക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ആ കാറിനുള്ളിൽ അനുഭവിക്കും. ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഏകനായിരിക്കുമ്പോഴും, പ്രത്യേകിച്ച് ലോക്ക്ഡൌണിൽ എല്ലാ വാതിലും അടഞ്ഞ് വഴിയിലടഞ്ഞ ഒരു ഹൃദയ സാഹചര്യം കടന്നു പോകുമ്പോഴും, മറ്റെന്തെല്ലാം മുടങ്ങിയാലും മുടങ്ങാത്തതാണ് ആത്മീയം, മുടങ്ങാത്തതാണ് സാന്നിധ്യം. ലോകാവസാനത്തുള്ള എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകും. കൂടെ ഇരിക്കുന്ന, അതാണ് വാഗ്ദത്തം, അതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. അങ്ങനെയാണെങ്കിൽ അതേ ഒരു അന്തരീക്ഷത്തെ കുറിച്ച് പറയുന്നു, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ. വെള്ളിയാഴ്ച നോക്കിയിട്ട് കാര്യമില്ല, വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ നോക്കിയിട്ടുള്ള ആരാധനയല്ല. ജീവിതം ഒരു ആരാധനയായി ആലയത്തിലായിരിക്കുന്ന, ദൈവിക സാന്നിധ്യത്തിലായിരിക്കുന്ന അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നെങ്കിൽ അതാണ് ഇന്ന് രാത്രി ഓർമ്മിക്കുന്നത്. അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? അവര് 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോൾ ഒരു സ്തുതി എന്ന് പറയുന്നല്ല, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആലയത്തിലാണെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം നല്ലവൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, വചനം ധ്യാനിക്കും, വാഗ്ദത്തങ്ങൾ ഓർക്കും, ദൈവത്തിന് മഹത്വം കയറ്റിക്കൊണ്ടിരിക്കും. അതിനാരും പറഞ്ഞിട്ടും നിർബന്ധിച്ചിട്ടുമല്ല. ആ ആത്മീയ അന്തരീക്ഷത്തിൽ മുന്നോട്ട് നീങ്ങുന്നവന്റെ ജീവിതം
ഒരാരാധനയായി മാറുന്നു. അതാണ് പറയുന്നത്, നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ജീവിതകാലം മുഴുവൻ സഭാകളിൽ പോയിരിക്കുന്ന കാര്യമല്ല, ഒരു ആലയത്തിന്റെ മൂലയിൽ ചെലവഴിക്കുന്ന കാര്യമല്ല. അതിനുവേണ്ടി ദൈവം തരുന്ന അവസരങ്ങൾ മുഴുവൻ അതിനുവേണ്ടി ഉപയോഗിക്കണം. ദൈവം വച്ചിരിക്കുന്ന ആ സമയങ്ങൾ ഉപയോഗിച്ചു പറ്റൂ. എന്നാൽ ദൈവമായുള്ള ഏകാഗ്രതമായ ബന്ധം മുമ്പ് പറഞ്ഞ വാക്യത്തോട് ചേരുന്ന പറ്റിയിരിക്കുന്ന അന്തരീക്ഷം അവൻ നിന്നെ നിത്യം ശ്രമിച്ചുകൊണ്ടിരിക്കും. അടുത്ത വാക്യം, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ, ഇങ്ങനെയുള്ള മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. അവരെല്ലാവരും സിയോൻ ദൈവസന്നിധി ചെന്നത്. ഇതാണ് ദൈവത്തോട് പറ്റിയിരിക്കുന്നവരുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത. മേൽക്കുമേൽ, പിന്നെയും പിന്നെയും. അന്നത്തെ ഒരു ഓർമ്മയല്ല, ഇന്നത്തെ ഒരു ഓർമ്മ, ഇന്നലത്തെ ഒരു അനുഭവം. മേൽക്കുമേൽ ദൈവം ഇടപെടുന്ന അനുഭവങ്ങൾ വളരെ 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 ഞാനിത് പറഞ്ഞൊരു കാര്യത്തിന്റെ ബന്ധത്തിൽ എന്റെ അനുഭവ സാക്ഷ്യത്തിന്റെ ഞാനൊന്ന് കുറച്ച് പറയാൻ ആഗ്രഹിക്കും. എന്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞ എന്റെ അനിയൻ 6ൽ പഠിക്കുമ്പോൾ ഞാൻ 4ൽ പഠിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വളരെ പഠിച്ച് നിശ്ചയം പ്രാപിച്ചാണ് 6ലെത്തിയത്. 10 വർഷം കൊണ്ടാണ് ഞാൻ 6ാം ക്ലാസ്സിൽ വന്നവിടെ വെച്ച് തന്നെ ഞാനങ്ങ് ഗ്രാജുവേറ്റ് ചെയ്യുകയായിരുന്നു. 2 ഭാഷ എനിക്ക് അറിയത്തുള്ളൂ, അന്യഭാഷയൊന്നും മലയാളമാണ്. ഇപ്പൊ ഞാൻ കുറച്ച് മെച്ചപ്പെടുത്തി പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, എനിക്കും 6, എന്റെ ഭാര്യയ്ക്കും പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ പഠിച്ചിട്ടാണ് +2 പാസ്സായത്. കഥാവിശ്വാസം ചെയ്തത്. ഞാൻ വിശ്വാസത്തിൽ വരുമ്പോൾ ഞാൻ നക്ഷത്ര ബംഗ്ലാവിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. രാത്രി നക്ഷത്രമൊക്കെ എന്റെ പെരയ്ക്കകത്ത് വരും. മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാതെ അകത്തിന് വീഴാൻ അറിഞ്ഞവൻ എന്റെ വീടിനുണ്ടായിരുന്നു. എന്റെ ബേക്കറി ജോലി ചെയ്യുന്നയാളായിരുന്നു. 6ാം ക്ലാസ്സിലൊക്കെ വെച്ച് പഠിത്തം നിർത്തി ചന്തയിൽ ഇറങ്ങി ബേക്കറി പണി ചെയ്ത് പഠിച്ച് ബേക്കറി പണി ചെയ്യുന്ന ഒരാളായിരുന്നു. 16 വർഷം ജോലി ആ പണിക്ക് ഞാൻ നടന്നു. എനിക്കിങ്ങനെ ഈ വായനാശീലം ഒന്നാം പഠിച്ചിട്ടില്ല. രണ്ടാമത് വായനാശീലം, ഒരു ന്യൂസ് പേപ്പർ വായിക്കുന്ന, ആ പാടെ സിനിമാ പോസ്റ്റ് അല്ലാതെ ഒന്നും വായിക്കുന്ന ശീലമൊന്നും എനിക്കില്ലായിരുന്നു. സിനിമാ പോസ്റ്റ് വായിക്കുക അല്ലാതെ വേറെ വായനാശീലമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. 16 വർഷം ഇങ്ങനെ ഒരു ജോലിയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടി. അങ്ങനെ ഞാൻ കത്തോലിക്ക എന്നാണ് വിശ്വാസം വരുന്നത്. ഞാൻ ചുരുക്കി ഒരു ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ഞാന് കർത്താവിനെ കണ്ടെത്തി, യേശുവിനെ സ്വീകരിച്ചു. യേശുവിന്റെ കൽപ്പന അനുസരിച്ചു. സ്നാനപ്പെടാൻ അവസരം ഉണ്ടായി. സ്നാനപ്പെട്ട അന്ന് തന്നെ അവിടുത്തെ എന്റെ വീട് മോറയ്ക്കാല എന്ന സ്ഥലത്തായിരുന്നു. കരിമൂളിൽ വെച്ചിട്ടായിരുന്നു, ബ്രഹ്മപുരം എന്ന സ്ഥലത്ത് വെച്ച് ഒരു പുഴയിൽ ഞായറാഴ്ച രാവിലെയാണ് സ്നാനം കഴിഞ്ഞ് ഞാൻ ചർച്ചിൽ വന്നു. രാവിലെ 9:30 സഭായം തുടങ്ങും. ആദ്യത്തെ പാട്ടുപാടി ആരാധിക്കുന്ന ആ ആരാധനയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു അന്യഭാഷി ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. വലിയ ശബ്ദത്തോടെ എനിക്ക് അഭിഷേകം എൻ്റെ മേൽ വന്നു. അന്യഭാഷ ആത്മനിറവിലായി അന്യഭാഷി ദൈവത്തെ ആരാധിക്കാൻ അവസരമുണ്ടായി. അപ്പോൾ ജീവിതത്തിലുണ്ടായ ഒരു വലിയ ഒന്നുമില്ലാത്തടത്തുനിന്ന്, ഒരു സാധ്യതയില്ലാത്തടത്തുനിന്ന് കർത്താവിനെ സ്വീകരിക്കാൻ ഭാഗ്യമുണ്ടായി. കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ ഭാഗ്യമുണ്ടായി. പരിശുദ്ധാത്മ നിറവിൽ ആ ദിവസം ആരാധനയിൽ ദൈവം എന്നെ അങ്ങ് നിറച്ചു. എന്നുള്ള വലിയൊരു ആവേശവും ഉത്സാഹവും ഉന്മേഷവും ഒക്കെ ഉണ്ടായി. കർത്താവിനുള്ള സ്നേഹം ആർക്കും വേണ്ടാന്ന് നടന്ന, നിരാശയിൽ കഴിഞ്ഞ, മരിക്കണമെന്ന് മാത്രം ചിന്തിച്ച് നടന്ന ഞാന് കർത്താവ് ജീവിതം ഏറ്റുവാങ്ങിയപ്പോൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മാത്രം ചിന്തിച്ച് നടന്ന എന്നോടൊരിക്കൽ കരിസ്മാ വിധാനത്തിൽ വെച്ച് ദൈവം ഇടപെട്ടൊരു വാക്കിതാണ്, നിന്റെ ജീവിതം നിനക്ക് വേണ്ടല്ലോ, എന്നാ പിന്നെ എനിക്ക് തന്നേക്ക്. നിനക്ക് വേണ്ടെങ്കിൽ പിന്നെ എനിക്ക് തന്നേക്ക്. കൃപയാലെ എന്റെ ജീവിതം യേശുവിന് കൈമാറി. ഒരു ഗതിയില്ലാതിരുന്ന ഞാൻ
കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരു സാധ്യതയില്ലാത്ത ഞാൻ, ഒരു വഴിയില്ലാത്ത ഞാൻ, ദൈവ സാന്നിധ്യം വെളിപ്പെട്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ കൽപ്പനകൾക്ക് അനുസരിച്ചു സത്യത്തിലേക്ക് വരാൻ ദൈവം അവസരം ഉണ്ടായി. സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. അന്ന് മുതൽ എൻ്റെ ഉള്ളിൽ ദൈവം ഒരു പുതിയൊരു ആഗ്രഹം തന്നു. ദൈവത്തിന്റെ വിളി എനിക്കുണ്ടായി. ചില ദൈവദാസന്മാരൊക്കെ വന്ന് എന്റെ തലയൊക്കെ വെച്ച് പറഞ്ഞു, നിന്നെ എന്റെ വേലയ്ക്കായി കണ്ടിരിക്കുന്നു. പിന്നെ അന്ന് മുതൽ എനിക്ക് പാട്ട് കേൾക്കുമ്പോൾ, പ്രസംഗം കേൾക്കുമ്പോൾ, ദൂത് കേൾക്കുമ്പോൾ ഒരു പാസ്റ്ററെ കണ്ടാൽ മതി, എനിക്ക് തോന്നും ദൈവം എന്നെ വിളിക്കുന്ന പോലെ. ഒരു പാസ്റ്ററെ കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ആ മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ, പ്രസംഗിക്കുന്ന കേൾക്കുമ്പോഴെല്ലാം എനിക്ക് ആ മനുഷ്യനെ കാണുന്ന പോലെ എന്നെ ദൈവം വേലയ്ക്ക് വിളിക്കുന്ന പോലെ തോന്നി. പാട്ട് കേൾക്കുമ്പോഴും പ്രസംഗം കേൾക്കുമ്പോഴും എങ്ങോട്ട് തിരിയുമ്പോഴും എപ്പോഴും എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം, ഒരു പ്രേരണ, ഒരു തോന്നൽ, ഒരു ഹേമം, ഒരു വിളിയുണ്ടായി. ദൈവം വിളിക്കുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് ഞാൻ കേട്ടു, നീ എൻ്റെ വേലയ്ക്ക് വാ. ഞാൻ ആലോചിച്ച് നോക്കി, എഴുത്തും വായനയും അറിയാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത, ഒരു ഗതിയും പരഗതി ഇല്ലാത്ത, ഒരു ബോധവും വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത എന്നോട് ദൈവം പറയാ, നീ വേല ചെയ്യാൻ. പ്രാർത്ഥിക്കുന്ന പോലും കണ്ണുമൂക്ക് അടച്ച് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറയുന്ന പോലും എഴുന്നേറ്റ്, സാക്ഷ്യമല്ല പറയുന്ന, പ്രാർത്ഥിക്കുക ചെയ്യുന്നു. ഒരു പാട്ട് പാടാൻ പറ്റത്തില്ല, പ്രസംഗിക്കാൻ പറ്റത്തില്ല, സാക്ഷ്യം പോലും മര്യാദയ്ക്ക് പറയാൻ പറ്റും, ഒന്നും പറ്റാതെ എന്നോട് പറയുക വേലയ്ക്ക് വരാൻ. ഞാൻ കുറച്ച് ദിവസങ്ങൾ ഒത്തിരി ഇങ്ങനെ ആയുഷ്കാലവും നീണ്ടുപോകുന്നില്ല. ഇതെല്ലാം എൻ്റെ ഈ കാര്യങ്ങളെല്ലാം ദൈവം ഇടപെടുന്നെങ്കിൽ അത് മാസങ്ങൾ പോലും നീണ്ടുപോകാൻ വരെ കാത്തിരിക്കാൻ എനിക്ക് ശേഷിയില്ല. ചിലരൊക്കെ ദൈവവേലയ്ക്ക് വിളിയുണ്ടെങ്കിൽ 25 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് തിരിഞ്ഞു നോക്കുന്നത്. എനിക്ക് 25 ദിവസം പിടിച്ചിരിക്കാൻ പറ്റിയില്ല. ചില പറയുന്നത് എന്നോട് എന്നെക്കുറിച്ച് ദൈവത്തിന്റെ ഒരു വിളിയുള്ളവനാണെന്ന് 50-ാമത്തെ വയസ്സിലാണ് പറയുന്നത്. 18-ാമത്തെ വയസ്സിലാണ് വിളിയുണ്ടായത്. അങ്ങനെയല്ല, എനിക്ക് ദിവസങ്ങളെ പറയാൻ പറ്റൂ. ഞാൻ ഈ വിളി കേട്ട ഉടനെ ഇങ്ങനെ തീരുമാനങ്ങളുടെ വഴി നടന്ന് ഇങ്ങനെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും അന്യഭാഷ പറഞ്ഞും ആരാധിച്ചും വടിയ ബസ് കയറാതെ 4-5 കിലോമീറ്റർ ഇങ്ങനെ നടക്കുകയാണ്. എന്തിനാ? പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം. എവിടെ ചെന്നാലും പ്രാർത്ഥിക്കുന്നതിന്. പണി കഴിഞ്ഞ്, ബേക്കറി പണി കഴിഞ്ഞ് നേരെ ഹേത്തുമിലേക്ക് ഒരു ഹോളിന്റെ മൂലയെ കൂടുകയാണ്. മാസം ഭാര്യയും മടുത്തു എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ നമുക്ക് ഇതന്നെ കയറി വന്നാൽ പോവുകയില്ല, ഇങ്ങനെ നിൽക്കുന്നുണ്ടൊക്കെയാണ്. എന്തെങ്കിലും ആട്ടെ, ദൈവത്തിന് കളിയാൽ ആർത്തിയുള്ളവന് തൃപ്തി വരുത്തുന്ന ദൈവമുണ്ട്. അങ്ങനെ ഞാൻ തീരുമാനിച്ചു തന്നെ വേലയ്ക്ക് ഇറങ്ങിയേക്കാം. അന്നേരം എനിക്ക് തോന്നി, ഞാൻ എന്ത് വേല ചെയ്യാനാണ്, എനിക്കിങ്ങനെ വേല ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, ഒരു കാര്യം ചെയ്യാം, വേലയ്ക്ക് വിളിക്കുകയില്ല, ഇറങ്ങാം. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പഠിച്ച് പണിയുണ്ടല്ലോ, ഞാൻ പണിക്ക് പോകാലോ എന്ന് വിചാരിച്ചു. ഞാൻ പഠിച്ച ജോലിയുണ്ട്, ആ ജോലിക്ക് പോകാം എന്ന് വിചാരിച്ചു. എന്റെ കുഞ്ഞിന് സുഖമില്ലാതെ ഇവിടെ വിളങ്ങനാട് ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് ഞാൻ സന്ധിക്ക് നടന്ന് റോഡെ വരുമ്പോൾ ഇങ്ങനെ സ്തുതിച്ചും പ്രാർത്ഥിച്ചൊക്കെ ഇങ്ങനെ റോഡെ നടക്കുമ്പോൾ ദൈവം എൻ്റെ ഉള്ളിൽ ഇടപെട്ട്, നീ ചിന്തിക്കുന്ന പോലെ വേല വിജയിച്ചില്ലെങ്കിൽ ജോലിക്ക് പോകാന്നുള്ള ചിന്ത, അത് ആ വേല നിന്റെ കയ്യിലിരിക്കട്ടെ, നടക്കില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, വടിയരികയിൽ ഒരു കലിങ്കൊണ്ട് 2 സെന്റ് പാടമാണ്. ആ കലിങ്കയിലിരുന്ന് ഞാൻ നെഞ്ചത്തൊരടി. അന്നത്തെ പരിജ്ഞാനമൊന്നുമില്ല, വെളിവൊന്നുമില്ലല്ലോ ദൈവങ്ങളെ, പരിജ്ഞാനമൊന്നുമില്ലല്ലോ. ഒറ്റ അടി എന്റെ നെഞ്ചത്തൊക്കെ അടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാനും എൻ്റെ ഭാര്യയും മക്കളും തെണ്ടി കടത്തിണ്ണയിൽ അന്തി ഇറങ്ങി ആദ്യം സുവിശേഷ വേലയല്ലാതെ ഒരു വേലയും ഞാൻ ചെയ്തിട്ടുണ്ടോ? ദൈവങ്ങൾ ഓർക്കണം, ദൈവസന്നദ്ധിയിൽ ചേർന്നിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രത്യേകതകൾ. എല്ലാ തീരുമാനങ്ങളും സമയാസമയങ്ങളിൽ തീരുമാനിക്കണം. തീരുമാനമാകുമ്പോഴാ ചില തീർപ്പുകൾ നടക്കുന്നത്. ചില തീരുമാനമായാലേ ദൈവ ഇടപെടലുകൾ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ബേക്കറി വന്ന് കണക്ക് തീർത്തിറങ്ങിയപ്പോൾ എനിക്ക് 7 പൈസ പണി കഴിഞ്ഞപ്പോൾ 7 പൈസ ബാക്കിയില്ല. എന്ന് മുൻപറ്റായിരുന്നു, അന്ന് മാത്രം ഇച്ചിരി പൈസ ബാക്കിയുണ്ട്. അതും മേടിച്ച് വിശ്വാസത്താൽ പോക്കറ്റിൽ അടിയൊക്കെ അടിച്ച് ദൈവത്തെ നോക്കി ഇറങ്ങി. ആദ്യം ഞായറാഴ്ച സ്വതം ചെയ്യുന്നു. ഇത് ഈ ലോക്ക്ഡൌൺ കാലമാണ്. ചിലപ്പോൾ 5 മിനിറ്റ് കൂടിപ്പോയാൽ നിങ്ങൾ എനിക്ക് തന്ന സമയം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. കഥാക്ഷേത്രം തരുന്ന സമയം മുതൽ 1 മണിക്കൂറാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പ്രസംഗിക്കുന്നത്, എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആർക്കും എന്നെ പിടിച്ചിരുത്താൻ പറ്റുന്നു. പണ്ടായിരുന്നു ഈ പാൻ്റെ പിടിച്ചൊക്കെ വലിച്ചിരുത്തുന്നു, ഇനിയൊന്നും നടക്കില്ല.
നിങ്ങൾ ദേഷ്യപ്പെടുമെന്ന് വേണ്ട, നിങ്ങൾക്ക് ഓഫ് ചെയ്ത് പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാലും ഞാൻ ഇവിടുത്തെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും. സ്വത്രം. അല്ലെങ്കിൽ എൻ്റെ ഓഫ് ചെയ്താൽ മതി. സ്വത്രം. ദൈവം സഹായിക്കട്ടെ. അപ്പം ഞാൻ കഥാവിശ്വാസം ദൈവം അന്ന് എനിക്ക് ഒരു ശനിയാഴ്ചയാണ് ഈ സംഭവിക്കുന്നത്, ജോലി വിടുന്നത്. അപ്പൊ അത് ഞായറാഴ്ച ഞങ്ങളുടെ ചെറിയൊരു വീട്ടിൽ കൂടുന്നൊരു സഭായോഗത്തിന് ചെറിയ കൂട്ടം ആൾക്കാർ കൂടുന്ന സഭാകൂട്ടം. ഞാൻ എഴുന്നേറ്റ് അപ്പൊ ഈ പെന്തിക്കോസിൽ വന്ന് ഞാൻ കുറച്ച് ഇംഗ്ലീഷ് പഠിച്ചു. ഫെയ്ത്ത് ഹോം, ഫാസ്റ്റിംഗ്, പ്രയർ, കോർട്ടേജ് മീറ്റിംഗ്, അങ്ങനെ പഠിച്ചാണ് ഫുൾ ടൈം മിനിസ്ട്രി ആരും പറഞ്ഞു കേട്ട് ഞാൻ വിളിച്ചു. അപ്പൊ ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ദൈവസന്നിധി പറഞ്ഞു, ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങി വന്നു. ഞാൻ അറിയാവുന്ന ഇംഗ്ലീഷ് പഠിച്ചു. അപ്പൊ അവിടെ ഇരുന്ന ആൾക്കാർക്കെല്ലാം അങ്ങ് ദേഷ്യമോ സങ്കടമോ എന്തോ പറയാ, അങ്ങ് വിഷമോ. കാരണം പണിക്ക് പോയിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഇവനാണ് പള്ളിക്കൂടത്തിനും പോയിട്ട് വിദ്യാഭ്യാസം കഴിവില്ല. അവർ ചിന്തിക്കുന്ന സത്യമാണ്, അവര് പറയുന്നത് ചിന്തിക്കുന്നതിൽ സത്യമായ കാര്യമാണ്. അത് പിന്നെ അവിടുത്തെ ഉള്ള അച്ചായമാർ എഴുന്നേറ്റ് പ്രബോധനം പറഞ്ഞപ്പോഴല്ല, പ്രബോധനം മുഴുവൻ എനിക്കുള്ള ദൂതായിരുന്നു. ദൂത് ഇങ്ങനെയായിരുന്നു, മര്യാദയ്ക്ക് പണിക്ക് പോടേ എന്നായിരുന്നു ദൂത് മുഴുവൻ. അത് കഴിഞ്ഞ് അവിടുത്തെ പാസ് വിളിച്ചപ്പോഴും പാസ് പറഞ്ഞു, ഞാനങ്ങ് കേട് കാണിക്കാതെ മര്യാദയ്ക്ക് പണിക്ക് പോകാം, മൊത്തത്തിൽ പണിക്ക് പോകുന്നുള്ള ദൂതായിരുന്നു. അത് കഴിഞ്ഞ് പക്ഷെ എനിക്ക് എന്റെ ആർക്കും വെള്ളിയാഴ്ച ഇല്ലാത്തതുകൊണ്ട് എടുത്ത തീരുമാനമാണ്. അതാണ് കുറച്ച് അത് വലിയ അനുഗ്രഹമായിട്ട് ഞാൻ തോന്നുന്നത്. വിദ്യാഭ്യാസവും പിന്നെ ഭാവിയെ കുറിച്ച് ചിന്തിക്കാൻ ബോധം വേണ്ടേ. അങ്ങനെ നാളെക്കുറിച്ച് നിങ്ങൾക്ക് പലരും നാളെക്കുറിച്ച് ആലോചിച്ചിട്ടാണ് നിങ്ങൾക്ക് അതിനെ ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് വെളിവില്ലാത്തതുകൊണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു. ആൾക്കാർ ഇത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവര് ഭയങ്കര ഉപദേശം പറഞ്ഞു. എന്നെ സ്നേഹിക്കുന്നുകൊണ്ടുള്ള ഒരു കൈത്താങ്ങലാണത് കേട്ടോ. അവര് പറഞ്ഞു ഇങ്ങനെ നമുക്ക് രീതി ഉണ്ടല്ലോ, ആരെങ്കിലും സുഖമില്ലാതിരിക്കുമ്പോൾ എല്ലാവരും ക്യാൻസർ വന്ന ഒരാളുടെ വീട്ടിൽ നമ്മൾ കാണാൻ ചെല്ലുവാണെങ്കിൽ നമ്മൾ പറയും, ഇതേ രോഗം തന്നെയായിരുന്നു എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി തട്ടിപ്പോയി. എൻ്റെ അമ്മയുടെ അനിയത്തിക്ക് ഇതേ ക്യാൻസർ ആയിരുന്നു, പക്ഷെ ഒരു 30 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആളങ്ങ് പോയി. മിക്കവാറും നമ്മൾ പോരുന്നതിന് മുമ്പ് മറ്റേ ആളും പോകും. ആ പരുവത്തിലേ നമ്മൾ പറയുന്നത് പലരും. ചിലർ, എല്ലാവരും അങ്ങനെയൊന്നുമല്ല. എന്നാലും പറഞ്ഞാൽ ഈ രോഗം വന്നെങ്കിൽ നിന്റെ കാര്യം, ഈ രോഗം ഏത് രോഗം നമ്മുടെ ദൈവമല്ലേ എന്ന് പറയുന്നതിന് പകരമാണ് ഈ പറയുന്നത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഏത് രോഗം, ആരുടെ രോഗം എന്ന് പറഞ്ഞ് അവർക്ക് ജീവൻ നൽകുന്നതിന് പകരം നമ്മൾ പറയും ഈ രോഗം വന്ന എന്റെ എല്ലാം പോയി. അങ്ങനെയല്ല. പക്ഷെ ഇവരതുപോലെ എന്നോട് പറഞ്ഞു, ദൈവനാമം ദൂഷിക്കപ്പെട്ടവരും ഇങ്ങനെ ഇറങ്ങി തിരിച്ചു പോയവരും നാണം കെട്ടവരും കുറെ കഥകൾ എന്നോട് പറഞ്ഞു കേട്ടു. പക്ഷെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഒന്നും കേട്ടിട്ട് നേറ്റില്ല. ഞങ്ങള് അന്ന് മുതൽ പെട്ടെന്ന് പറയണം, അന്ന് മുതൽ ജോലിയെല്ലാം വിട്ട് കത്താൻ വേലയ്ക്ക് 2 വർഷം, ആദ്യത്തെ 2 വർഷം ഉലകിലെ കൊടുക്കാൻ പോലും ആരും വിളിച്ചുകൊണ്ട് പോകാത്ത, നിന്ദിക്കപ്പെട്ട, കാണുന്നവർക്ക് പുച്ഛം തോന്നുന്ന, എന്റെ ഭാര്യ വീട്ടുകാർക്ക് എന്നെ കണ്ടാൽ അവരുടെ പല്ല് കൈ തരിക്കുക. കാരണം ഇവൻ പണിക്ക് പോകത്തില്ല, ഇവൻ ആ പെണ്ണിന് ചെലവിനും കൊടുക്കത്തില്ല, ഇവന് സുവിശേഷ വേലയാന്ന് പറഞ്ഞ് പണിക്കും, അത് വീട്ടിരിക്കുക. അടിക്കട അവനെ എന്ന് അവര് പറഞ്ഞു. അടിക്കാനൊന്നും ഇല്ല. കാരണം അന്ന് ഇന്നിപ്പോ എനിക്ക് വലിയ ഇച്ചിരി വെയിറ്റ് ഒക്കെ ഉണ്ടല്ലോ. അന്ന് ഞങ്ങൾക്ക് വണ്ടിയൊന്നും വിളിക്കണം, റോഡിൽ ഇറങ്ങി കാറ്റടിച്ച് ഞങ്ങളെ പോയത്. അങ്ങനത്തെ ഒരു പരിവമുള്ളൂ. ഇത്രേ ഉള്ളൂ കഥാവിശ്വാസം. അതിന്റെ ഫോട്ടോ വല്ലതും വേണമെങ്കിൽ ഞാൻ അയച്ചു തരാൻ. എൻ്റെ ഇപ്പോഴും ഉണ്ട് ആ സാധനം. പണ്ടൊരു പരസ്യം ഉണ്ടാകും, ജീവനോളം കഴിച്ചതിന് ശേഷവും അല്ലെങ്കിൽ കഴിക്കുന്നതിന് മുമ്പും കഴിച്ച ശേഷം എന്ന് പറയും. അങ്ങനെ ദൈവത്തിലെ കൃപയാൽ ഞങ്ങള് അതുപോലെ നിന്ദിക്കപ്പെട്ട, ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാത്ത, എല്ലാ മനുഷ്യർക്കും മടുപ്പ് തോന്നുന്ന, വെറുപ്പ് തോന്നുന്ന, നിന്ദിക്കപ്പെടുന്നൊരു കാലം. പക്ഷെ ആ കാലത്ത് ഞങ്ങൾ ഉപസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി, വേദോസം വായിക്കാൻ തുടങ്ങി. എവിടെന്നെങ്കിലും ഒരു പുസ്തകം സംഘടിപ്പിച്ച് അതിങ്ങനെ വായിച്ചു തീർക്കാൻ കിട്ടിയ ഉടനെയൊക്കെ വായിച്ചു തീർക്കുക. ഉടനെ വായിച്ചു തീർന്നു പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസമൊക്കെ എടുക്കും. എന്നാലും കാരണം തപ്പി പെറുക്കി എടുക്കണ്ടേ. അങ്ങനെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ആവശ്യം പ്രാപിച്ചതുകൊണ്ട് എനിക്ക് ദൈവം ഒരു വിളിച്ചു തന്നു. അത്യാവശ്യം മലയാളം ബൈബിൾ വായിക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് കാശ് കിട്ടി. അങ്ങനെ ബൈബിൾ വായിക്കാനും പുസ്തകം വായിക്കാനും പ്രാർത്ഥിക്കാനും പുസ്തകാനും ദൈവങ്ങളെ ഒരു നിന്ദിക്കപ്പെട്ട കൊച്ചിന് പാല് മേടിച്ചതിന് 100 രൂപയ്ക്ക് വേണ്ടി പോലും
7 ദിവസം 14 ദിവസം വസിക്കേണ്ടി വന്ന അത്രയ്ക്ക് കാണുന്നവർക്കൊക്കെ വെറുപ്പ് തോന്നുന്ന, അന്ന് 30 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറയുന്നു. ഒരു വളരെ നിന്ദിക്കപ്പെട്ട, ഞങ്ങളുടെ ആ ഏരിയയിൽ നിന്നും ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല ആ കാലത്ത്. ആ ഏരിയയിൽ ഒരു 5 കിലോമീറ്റർ ഇടയ്ക്ക് ഞാനാണ് വിശ്വാസികൾ വന്നിട്ടുള്ളത്. അങ്ങനെ ഒത്തിരി നിന്നയും പ്രതികൂലങ്ങളെല്ലാം സഹിച്ച് ഞങ്ങൾ കടന്നുപോയി. വിശ്വാസികളുടെ മുമ്പിലും പാസ്റ്റർമാരുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ മുമ്പിലും നാട്ടുകാരുടെ മുമ്പിലൊക്കെ ഒരു എന്തുവാ പറയാ, പണിയില്ല, കൂലിയില്ല, ജീവിക്കാൻ മാർഗം, ഒരു വല്ലാത്ത രൂപത്തിൽ യേശു കയറി ഇറങ്ങി നടക്കുകയും പ്രാർത്ഥിച്ചും പരിപാടികൾ നടക്കും. പക്ഷെ ആ നിന്നെല്ലാം സഹിച്ച് ഞങ്ങൾ 2 വർഷം, ഒരു വളരെ വിഷമിച്ച് കഴിഞ്ഞ 2 വർഷം, അത് ഓർക്കാൻ വയ്യ. എന്ന് ശരിക്കും അത് ഓർത്ത് കഴിഞ്ഞാൽ ഈ പ്രസംഗം പൊടി. അതുകൊണ്ട് ഞാൻ കൂടുതൽ തമാശ രൂപത്തിൽ പറയും. ദൈവം അറിയാം സോദരി, ആ 2 വർഷത്തിനൊടുവിൽ ഒരാൾ എന്നെ എടുക്കണം വന്നിട്ട് പറഞ്ഞു, ഒരു ബ്രദർ ഇങ്ങനെ എന്തുവാ സുശേഷ വേലയെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പിഷക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്, ആദിവാസികളുടെ പ്രവർത്തിക്കുന്ന സംഘടനയുണ്ട്, ഇയാൾ പിഷക്കാരുടെ ഇടയിൽ പോയി രക്ഷപ്പെടുന്നു. ഞാനും പറഞ്ഞു ശരിയാണ്, എനിക്ക് അങ്ങനെ അവസരം കിട്ടിയ നല്ലതാണല്ലോ, വിചാരാന്ന്. അദ്ദേഹം മുഖാന്തരം എനിക്ക് ആ സംഘടനയിൽ, അതായത് പിഷക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയിൽ ഒരു ശുശ്രൂഷകനായിട്ട് എനിക്ക് എന്നെ ക്ഷണിക്കുന്ന ഒരു ഇന്റർവ്യൂവിനുള്ള ഒരു കാർഡ് വന്നിരിക്കുന്നു. എന്നെ ആദ്യമായിട്ട് പോസ്റ്റ്മാൻ എന്റെ വീട്ടിൽ വരുന്ന അന്നാണ് ആദ്യമായിട്ട് ഒരു കാർഡ് കൊണ്ടുവരുന്നത്. അങ്ങനെയാണ്, എനിക്ക് അഡ്രസ് ഇല്ലാത്ത ഒരാളല്ലേ. പോസ്റ്റ്മാൻ എന്റെ പേരിൽ ഒരു കത്തുമായിട്ട് വന്ന അന്നാണ്. അങ്ങനെ അതുകൊണ്ട് ഞാൻ ആ കാർഡെ കൈവച്ച് പ്രാർത്ഥി മഞ്ഞക്കാടയിൽ നീല മഷി കൊണ്ട് എഴുതിയതാ. കൈവച്ച് പ്രാർത്ഥിച്ച് എന്റെ വേർപ്പും കണ്ണീരെല്ലാം കൂടി ആ കാടങ്ങ് നീലക്കാടായി. അത് ബൈബിളിൽ വെച്ച് ഞെക്കി പ്രാർത്ഥിച്ച് അങ്ങനെ കാരണം ഭയങ്കര, നമ്മൾ ഏതെങ്കിലും വലിയ രാജ്യത്ത് പോകാൻ വേണ്ടി വിസ കിട്ടിയ പോലത്തെ പരിപാടിയാണ് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. ഉപസിച്ച് പ്രാർത്ഥിച്ച് ഞാൻ എന്റെ ഭാര്യയും കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് ശാസിച്ച് ഞാൻ ആലുവ ബദേൽ ആശ്രമത്തിൽ വെച്ച് ഇന്റർവ്യൂ ആണ്. ഞാൻ അതിന് പോയി. അങ്ങോട്ട് പോകുമ്പോൾ ബസ്സിന്റെ കമ്പിയിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് പോവുകയാണ്. ദൈവമേ, കൃഷ്ണക്കാരുടെ ഇടയിൽ കയറി, പിന്നെ ആദിവാസികളുടെ കയറി, പിന്നെ ചേരിവാസികളെ ഇങ്ങനെ നാട്ടുകാരുടെ അടുത്തേക്ക് മടങ്ങി വരാമെന്നുള്ള പ്രത്യാശയിൽ പ്രതീക്ഷയോടെ ചെന്നു. ഇന്റർവ്യൂ കഴിഞ്ഞു. അന്ന് വയനാട്ടിൽ നിന്നൊക്കെ കുറച്ച് പേര് വന്നിട്ട് അവരൊക്കെ തമാശ പറഞ്ഞു നിൽക്കുമ്പോൾ ഞാനിങ്ങനെ IAS പരീക്ഷ എഴുതാൻ പോയിരിക്കുന്ന പോലെ കരഞ്ഞു പിഴിഞ്ഞതിനകത്ത് കയറി. അവസാനം ഇന്റർവ്യൂ നടത്തി അവർ പറഞ്ഞു, ഇയാള് ശരിയാവില്ല പൊക്കോളാൻ. ഞാൻ തിരിച്ച് അതേ ബസ്സിൽ അതേ കമ്പിയെ തൂങ്ങിക്കിടന്ന് വരുമ്പോ ഞാൻ മോളിലേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, പിശക്കാരിടയിൽ സാധ്യതയില്ലെങ്കിൽ പിന്നെ എനിക്ക് എവിടാ സാധ്യത? ആ വാതിലും എന്റെ മുമ്പിൽ അടഞ്ഞെങ്കിൽ ഇനി എങ്ങനെ ഏതൊരു വാതിലായിരിക്കും എനിക്ക് വേണ്ടി തുറക്കുക? അപ്പൊ ദൈവം ആ ബസ്സിൽ വെച്ച് എന്നോട് പറഞ്ഞു, നിന്നെ വിളിക്കും മുമ്പേ നിന്നെ എന്തിനു വിളിച്ചെന്ന് അറിയുന്നവനാ നിന്നെ വിളിച്ചിരിക്കുന്നത്. നിന്നെ പരീക്ഷ നോക്കി കൊള്ളാവുന്ന ഉള്ളിൽ നോക്കി തള്ളുന്നവനല്ല. നിന്നെ വിളിക്കും മുമ്പേ എന്തിനു വിളിച്ചെന്ന് അറിയുന്നവനാ കുഞ്ഞെ വിളിച്ചിരിക്കുന്നത്. എങ്കിൽ നിങ്ങൾ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീരും പ്രവർത്തിക്കും. പിടിച്ചിരിക്കാവോ? ഞാൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഈ വാതിലടഞ്ഞെങ്കിലും എന്റെ ശബ്ദത്തിന് നന്ദി. ഈ മക്കൾ എത്ര മനസ്സിലാവുന്നുണ്ട്? വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എന്നാൽ പിന്നീട് ഞാൻ ഇതെല്ലാം ചേർത്ത് 2 കാലഘട്ടത്തിൽ നടന്നതാണെങ്കിൽ ചേർത്ത് പറയുകയാണെങ്കിൽ കേൾക്കാൻ എളുപ്പത്തിന് വേണ്ടി, പിൻകാലത്ത് ഈ സംഘടനയുടെ പാസ്റ്റേഴ്സ് സെമിനാറിൽ പ്രസംഗിക്കാൻ എനിക്ക് പല അവസരവും ദൈവം തന്നിട്ടുണ്ട്. വീണ്ടും പറയുന്നു, പ്രാർത്ഥിക്കുന്നവന്റെ ഭാവി തീരുമാനിക്കുന്നത് പഞ്ചായത്തുകാരല്ല, പള്ളിക്കാരല്ല, എന്താ ഒരു സ്പോൺസറുമല്ല, ഒരു അറബിയുമല്ല, ഒരു അച്ചായനുമല്ല, ഒരു ആന്റിയല്ല, സ്വർഗത്തിലെ ദൈവമാണ്. അത് വിശ്വസിക്കും. നീ പ്രാർത്ഥിക്കുന്നവനാണെങ്കിൽ, ഉപസിക്കുന്നവനാണെങ്കിൽ, നീ ദൈവത്തിന്റെ ബാലപീഠത്തിൽ വീട് കിടക്കുന്നവനാണെങ്കിൽ, നീ ആലയത്തിൽ വസിക്കുന്നവനാണെങ്കിൽ, നീ അവനോട് പറ്റിയിരിക്കുന്നവനാണെങ്കിൽ, നിന്റെ ഭാവി, നിന്റെ തലമുറയുടെ ഭാവി, നിന്റെ കുടുംബത്തിന്റെ ഭാവി നീ എങ്ങനെയായിത്തീരും തീരുമാനിക്കുന്നത് മനുഷ്യനല്ല, ഒരു സംഘടനയുമല്ല, ഒരു പാസ്റ്ററുമല്ല, സർവശക്തനും ദൈവമാണ്. പറ്റിയിരിക്കുവാണോ? വിടുതലുറപ്പാണ്. നാമത്തെ അറിയാവോ? ഉയർച്ചയുറപ്പാണ്.
പറ്റി ആ സമയത്താണോ ഈ കഷ്ടകാലത്തിലൂടെ പോകുന്നത്? വിടുതൽ ഉറപ്പാണ്. അതിൽ വിശ്വസിക്കുന്നു. ദൈവമില്ല, ബന്ധമില്ല, ചേർന്നുമല്ല, തെക്ക് വടക്ക് അണുതേച്ച് ഇതൊന്നും പറയരുത്. പറ്റിയിരിക്കുന്നെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് മുട്ടുമുടക്കുന്നെങ്കിൽ, വാക്തത്വം ഉണ്ടെങ്കിൽ, ദൈവശബ്ദം ഉണ്ടെങ്കിൽ, ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ, അപാതിവിടെ സമയം ചെലവഴിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, നിത്യം സ്തുതിക്കുന്നെങ്കിൽ, ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, നിർഭാഗ്യവാനെന്നല്ല. പിന്നീട് ഇതിങ്ങനെ ചേർത്ത് പറയുന്നത് ഈ ചോറ് ബന്ധം നോക്കാനായിട്ട് എല്ലാവരും ഞെക്കുന്നില്ല. അങ്ങനെ നല്ല ഒന്ന് രണ്ടെണ്ണം ഞെക്കി നോക്കാം. അതിനുവേണ്ടി എന്റെ ഒന്ന് രണ്ട് അനുഭവം ഞാൻ പറയും. ഒന്ന് രണ്ട് കാര്യം കുറെ ഉണ്ട്. ഒന്ന് രണ്ടെണ്ണം സാമ്പിൾ പറയാം. പിന്നീട് ഇങ്ങനെ വന്ന് ഞാന് ഇത് രണ്ട് ഘട്ടത്തിൽ നടന്ന കാര്യമാണല്ലോ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഈ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് പരാജയപ്പെട്ട് വന്ന് പിന്നെ ഞാനിങ്ങനെ ഓസിക്കും. അപ്പം എന്താ ഓസിക്കുന്ന വെച്ചാൽ ഒരു 7 ദിവസം ഓസിക്കും. അത് തീരുമ്പോ പിന്നെ അടുത്ത ഡിസംബറിലല്ല 7, അടുത്ത ആഴ്ച അടുത്ത 7 തുടങ്ങുക, പിന്നെ അടുത്ത 7, പിന്നെ അടുത്ത 7, പിന്നെ 21. അപ്പൊ പ്രാർത്ഥിക്കാൻ കിട്ടിയ കാലയളവിൽ പ്രാർത്ഥന തന്നെ, ഉപവാസം തന്നെ, ആരാധന തന്നെ. രാത്രി മുഴുവൻ കൈമലത്തുന്നു, മുട്ടുമേലിരിക്കുന്നു, ചാണാൻ മെഴുകിയ ഒരു തറയാണ്, മുട്ടയിലിരിക്കുന്നു, തലകുത്തി കിടക്കുന്നു, തറയിൽ കിടക്കുന്നു, കരയുന്നു, അലറുന്നു, നിലവിളിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉപവാസവും പിന്നെ ഉപവാസം അല്ലാതെ ഈ ജനുവരിയിൽ ഒരു ഉപവാസം, പിന്നെ ഡിസംബറിൽ ഒരു ഉപവാസം അല്ല. എന്നും കണ്ണുനീർ, എന്നും കരച്ചിൽ, എന്നും ഉപവാസം, പ്രാർത്ഥന. രാവിലെ ഇതൊന്നും ഇന്ന് വേണ്ട, ഒന്നുമില്ല കഴിക്കാൻ, പിന്നെ എന്തിനാ? അങ്ങനെ ഒരു കാലം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് വേറെ ഈ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിരിക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, എന്റെ ബ്രദറെ ബൈബിൾ കോളേജിൽ പഠിക്കാമെന്നും എന്തോ തുച്ഛ വിലയാന്ന് പറഞ്ഞ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്കൊരു വഴി തുറക്കുന്നില്ല. ഗാന്ധി അപ്പൊ ഞാൻ ഷാരോൺ ചർച്ചിലെ മെമ്പർ എന്നല്ലേ എന്നോട് പറഞ്ഞു, തിരുവല്ലയിലെ ഷാരോൺ ബൈബിൾ കോളേജിൽ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ മേടിക്കാം. അങ്ങനെ പുള്ളിക്കാരൻ പോകുന്നത് തിരുവല്ല ഷാരോൺ ബൈബിൾ കോളേജിൽ പഠിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞു, അഡ്മിഷൻ മേടിച്ചു തരാന്ന് പറഞ്ഞു. ആ വാസോട് അദ്ദേഹത്തിനോട് ഞാൻ അവിടെ ചെന്നു. അവിടുത്തെ തിരുവല്ലയിലെ ഷാരോനിലോ അവിടുത്തെ ഒരു സാറ് എന്നോട് ചോദിച്ചു എന്തൊരു പഠിച്ചെന്ന്. ഞാൻ എൻ്റെ ഡിഗ്രി ഞാൻ പറഞ്ഞു കൊടുത്തു. ഇപ്പോഴത്തെ അങ്ങേർക്ക് അങ്ങ് ദേഷ്യവും കാലിപ്പും ചോദിച്ചില്ല. പുള്ളിക്ക് എന്തൊക്കെയാ വന്നത് എനിക്കറിയില്ല. പുള്ളി അങ്ങ് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞാണ്ട് അതാ KSRTC ബസ് സ്റ്റാൻഡ് സ്ഥലം വിടാം. ഞാൻ ഇതേപോലെ ഷാരോൻ പോയിട്ടുള്ളവർക്ക് ഷാരോന്റെ ആ ഒരു കയറ്റമുണ്ട്, അത് ഞാനിങ്ങനെ പൂക്കുറ്റി പോലെ കയറി വരികയാണ്. MC റോഡിൽ കയറിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി, അതുപോലത്തെ പോലീസ് ഞാൻ പോകുന്നു. അതുപോലെ ഒച്ചയെടുത്ത പുള്ളി. ദൈവത്തിന് കരുതിയാൽ ഞാൻ രണ്ടും ചേർത്ത് പറയാം. പിന്നീട് ഷാരോന്റെ ജനറൽ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. അതിലെ പാസ്റ്റർമാരുടെ സെമിനാറിൽ പ്രസംഗിക്കാൻ ഒരിക്കലും എനിക്കൊരു അവസരം തരും. ഞാൻ പറഞ്ഞത് തിരുവല്ല ബൈബിൾ കോളേജിൽ പഠിക്കാൻ ചെന്നപ്പോൾ അത് ഞാൻ ഈ പറയുന്ന സബ്ജക്ട് നിങ്ങൾ മനസ്സിലാക്കണം. പ്രാർത്ഥിക്കുന്നവന്റെ, ദൈവശബ്ദം കേൾക്കുന്നവന്റെ, ആ പാതാന്തികത്തിൽ വീണ് കിടക്കുന്നവന്റെ, ആലയത്തിൽ വസിക്കുന്നവന്റെ, ആ അരയ്ക്ക് പറ്റി ചേർന്നിരിക്കുന്നവന്റെ, ആ പാദപീഠം അഭയമാക്കിയിരിക്കുന്നവന്റെ ഭാവി ഒരു സാറിന്റെയും കയ്യിലല്ല. അതൊരു സാറിന്റെയും കയ്യിലല്ല, അതൊരു വാസുടെയും കയ്യിലല്ല, അതൊരു പ്രിൻസിപ്പാളിന്റെയും കയ്യിലല്ല, ഒരു യൂണിവേഴ്സിറ്റിയുടെ കയ്യിലല്ല, അതൊരു യൂണിവേഴ്സിറ്റിയുടെയും കയ്യിലല്ല, സ്വർഗത്തിലെ ദൈവത്തിന്റെ കയ്യിലാണ്. അത് കഴിഞ്ഞൊരിക്കൽ ഒരാൾ, ഞാൻ രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ എനിക്ക് വിഷയം കിട്ടില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞൊരിക്കലും ഒരാൾ എന്നെ അന്ന് ഈ ആത്മീയാത്ര പഴയ കാലം, ഈ കാലമല്ല പഴയ കാലം, ഈ പണ്ടത്തെ കാലം, അന്ന് ഈ പാസ്റ്റർമാർക്കൊക്കെ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്നിങ്ങനെ ഒരു ഓൺലൈൻ പ്രയർ വെക്കും, ഓൺലൈൻ പ്രയറിന് എല്ലാവരും ജില്ലവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നു 10 വർഷം. അപ്പൊ അന്ന് ഒരു പാസ്റ്റർ ഇവിടുന്ന് തന്നെ ബൈക്കേൽ താനും മൂവാറ്റുപുഴയിൽ ഓൺലൈൻ പ്രയർ പോയപ്പോ എന്നോട് പറഞ്ഞു കയറിക്കൊള്ളാൻ പറഞ്ഞു. ബൈക്കിൽ പുറകെ കയറി ഞാനും അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ അവിടെ ചെന്നു രാത്രി മുഴുവൻ അവരൊക്കെ മിക്കവാറും പേരൊക്കെ ഉറക്കാമെന്ന്. പക്ഷെ ഞാൻ രാത്രി മുഴുവൻ ഉറങ്ങി ഒന്നുമില്ല, പ്രാർത്ഥിച്ച് രാവിലെ പോരാൻ നേരത്ത് ഈ പാസ്റ്റർ എടുത്ത് വന്നു. പാസ്റ്റർ ഇങ്ങനെ പോരാൻ നേരത്ത് ഞങ്ങളിങ്ങനെ പോരാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ആത്മീയാത്ര ചുമതല വഹിക്കുന്ന ഒരു വലിയ മനുഷ്യൻ, വലിയ ശരീരം കൊണ്ടല്ല സ്ഥാനം കൊണ്ട്, അദ്ദേഹത്തെ കണ്ടപ്പോൾ ഈ പാസ് പറഞ്ഞു, ഈ ബ്രദർ കർത്താവിന്റെ വേലയ്ക്ക് വിളിയുള്ള ആളാണ്, നല്ല താല്പര്യമുള്ള ഒരാളാന്നൊക്കെ പറഞ്ഞു. എനിക്ക് വല്ല സപ്പോർട്ട് കിട്ടട്ടെന്ന് വിചാരിച്ച് പുള്ളി പറഞ്ഞാണ്. പിന്നെ ആ സാർ അടിമുടി നോക്കിയിട്ട് എന്നോട് ചോദിച്ചു എന്തോരം പഠിച്ചെന്ന് ചോദിച്ചു. ഞാൻ എൻ്റെ ഡിഗ്രിയെ പറഞ്ഞു കൊടുത്തു.
പുള്ളിക്ക് പറഞ്ഞ പോലെ ദേഷ്യമോ വിഷമോ കലിപ്പോ എന്തൊക്കെയാ വന്നത് അറിയുന്നത്. കാരണം പുള്ളിക്ക് വന്നത് എന്നോടല്ല, ദൈവത്തോടാണ്. ദൈവം എവിടെ നോക്കിയായി വിളിക്കുന്നു, ബോധമില്ലാതെ കാണുന്നതിനൊക്കെ കയറി വേലയ്ക്ക് വിളിക്കുന്നല്ലോ എന്നുള്ളൊരു വിഷമമായിരുന്നു പുള്ളി. ഒരു വെളിവില്ലാതെ ചുമ്മാ കാണുന്നതിനെ കയറി വിളിക്കുന്നല്ലോ എന്നുള്ളൊരു ചിന്തയിൽ പുള്ളി എന്നോട് സംസാരിച്ചു. എനിക്ക് അനുകൂലമായിരുന്നു. അവിടെ എന്നോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഒരു കാര്യം ചെയ്യും, കൊച്ചി വൈക്കം ഇങ്ങനെ തീരദേശങ്ങളിൽ ഓടുന്ന ഒരു ബോട്ടുണ്ട്. ബോട്ടിൽ 12 മിഷണറിമാരുണ്ട്. അവർക്ക് അരി വെച്ചു കൊടുക്കാനായിട്ട് ഒരാളെ വേണം. 100-350 രൂപ ഹെൽപ്പ് കിട്ടും, ചാപ്പാടും കിട്ടും, ബോട്ടിൽ താമസിക്കുന്ന സൗകര്യമാണ്. അതിലും വലിയ മിനിസ്ട്രി, പുള്ളി എന്റെ നോത്ത് നോക്കി പറയാണ്, അതിലും വലിയ മിനിസ്ട്രി ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ ബ്രദറെ. ദേവദാസന്മാർക്ക് അരി വെച്ചു കൊടുക്കുന്ന ഒരു വലിയ മിനിസ്ട്രിയാണ്. നിന്നെ പോലുള്ളവൻ അതിലും വലിയ മിനിസ്ട്രി ഒന്നും പ്രതീക്ഷിക്കില്ല എന്നാണ് സാറ് പറഞ്ഞതിന്റെ അർത്ഥം. ബസ്സിൽ വെച്ച് ദൈവം പറഞ്ഞ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. സാറേ, എനിക്ക് അങ്ങനെ ഒരു പണി ഉണ്ടായിരുന്നു സാറേ, ഞാൻ അത് വിട്ടിട്ടാ ഇറങ്ങി സാറേ. എന്നാൽ എന്നെ വിളിക്കും മുമ്പ് എന്നെ എന്തിനു വിളിക്കും എന്നറിയുന്ന ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അതവരെ ആ ടൈം വയ്ക്കണം. ഞാൻ പോകും. പിൻകാലത്ത് തിരുവല്ലയിൽ വെച്ച് ഷാരോൻ IPC അച്ചോക്കോട് ന്യൂ ഇന്ത്യ AG ചർച്ചകൾ ചേർന്ന് ഒരു കാത്തിരിപ്പിയോ ഒരു 7 ദിവസം മീറ്റിംഗ് ഉണ്ട്. ആ മീറ്റിങ്ങിൽ ഇങ്ങനെ ഓരോ സംഘടനയിൽപ്പെട്ട പാസ്റ്റർമാരെ വിളിച്ചത്, എന്നെ വിളിച്ചു. ഈ 2 കാലഘട്ടങ്ങളിലാണ് നടന്നത്. എന്നാലും ഞാൻ പറയുക, ഞാൻ പറയുന്നതെല്ലാം 2 കാലഘട്ടങ്ങളിൽ നടന്ന കാര്യങ്ങളാണ്. അപ്പോ എനിക്ക് ആളുന്ന അവസരം ഒരു ദിവസം ഞാൻ ശുശ്രൂഷ കഴിഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആളുകളെ വിളിച്ച കൂട്ടത്തിൽ ഈ അരി വെക്കാൻ പോകാൻ പറഞ്ഞ സാറ് വന്ന് എൻ്റെ മുമ്പിൽ നിൽക്കുക. തലയിലൊരു മുടി പോലും ഇല്ലാത്ത തല. ഞാൻ എൻ്റെ കൈ വെച്ചപ്പോൾ ഞാനൊരു ദൈവമേ, ഇയാൾ പറഞ്ഞു കിട്ടിയാൽ അന്ന് അരി വെക്കാൻ പോയായിരുന്നെങ്കിൽ ഞാൻ എന്തോ ഇയാളുടെ തലയിൽ വെക്കുമായിരുന്നു. തെറ്റിദ്ധരിക്കില്ല, അഹങ്കാരം കൊണ്ടൊന്നും പറയല്ല, ഈ സബ്ജക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുക. നീ ആലയത്തിലാണെങ്കിൽ, നീ ആത്മീയനാണെങ്കിൽ, നീ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയെങ്കിൽ, ഉപസിക്കുന്നെങ്കിൽ, കാത്തുകിടക്കുന്നവന്റെ പാദാന്തികത്തിലാണെങ്കിൽ, കഷ്ടകാലമായാലും നഷ്ടകാലമായാലും പ്രതിസന്ധിയിൽ നടുവിൽ കർത്താവിനോടുകൂടെയാണ് വീണ് കിടക്കുന്നെങ്കിൽ, ചെലവഴിക്കുന്നെങ്കിൽ, എന്നാ ചെയ്യണ്ടേ തീരുമാനിക്കുന്നത് ഇവരാരുമല്ല, ദൈവമാണ്. എന്റെ കണ്ണ് നിറഞ്ഞു പോയി. ദൈവമേ, എനിക്ക് അരി വെക്കാൻ അതിൽ കൂടി ഒരു മിനിസ്ട്രി ഇല്ലെന്ന് തോന്നിയ സാറിന്റെ തലയെ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഇതൊന്നും ആഹാരം കൊണ്ടൊന്നും പറയൊന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്നെങ്കിൽ മനസ്സിലാക്കിയാൽ മതി. മനുഷ്യനല്ല തീരുമാനിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണ്. താഴ്മയാണ് നമ്മളെ ഉയർത്തിയത്. ദൈവസേനയിൽ താണു കിടക്കുന്നെങ്കിൽ, വീണ് കിടക്കുന്നെങ്കിൽ നമ്മളെ ഉയർത്താൻ ദൈവം ഉണ്ടാകും. ആരെല്ലാം തള്ളിയാലും, ആരെല്ലാം നിന്ദിച്ചാലും, ആരെല്ലാം കൈവിട്ടാലും, വസിക്കുന്ന ആലയത്തിലാണെങ്കിൽ, അവനോട് പറ്റിയിരിക്കുകയാണെങ്കിൽ, പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയാണെങ്കിൽ, ആദരവിടം അഭയം തേടിയിരിക്കുകയാണെങ്കിൽ, ആ കണ്ണുകൾ നനഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ആ മുഴങ്കാൽ മടങ്ങിയിരിക്കുകയാണെങ്കിൽ, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നിന്റെ ഭാവി ഒരറബിയുടെ കയ്യിലല്ല, സർവശക്തന്റെ കയ്യിലാണ്. നിന്റെ ജോലി മറ്റാരുടെയും കയ്യിലല്ല, ദൈവത്തിന്റെ കാര്യങ്ങൾ വിശ്വസിക്കാതെ. അത് കഴിഞ്ഞ് ഞാൻ ചുരുക്കി 2 ദിവസം കൂടെ പറഞ്ഞിട്ട് തീർക്കും. അത് കഴിഞ്ഞ് വേറൊരു പാസ്റ്ററിനോട് പറഞ്ഞു, ബ്രദറെ ബൈബിൾ കോളേജിൽ പഠിക്കണം. അപ്പം ഞാനൊരു ആരാധന ശക്തമായിട്ട് ആരാധിച്ച് അപ്പോൾ അങ്ങനെ പുള്ളി കണ്ടപ്പോൾ വേലയ്ക്ക് വിളിയുണ്ട് ദൂതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എന്ത്? ഞാൻ പറഞ്ഞു വേലയ്ക്ക് വിളിയെന്ന് വെച്ചു, വഴിയും തുറക്കും, ബൈബിൾ കോളേജിൽ പഠിക്കണം. ഞാൻ പറഞ്ഞു അവസരമില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പുള്ളി മുഖാന്തരം എനിക്ക്, എന്നെ ആര് വിളിച്ചാലും ഞാൻ പോകും കേട്ടോ, ഞാനിങ്ങനെ പുറകോട്ട് മാറത്തില്ല ഒരു സ്ഥലത്ത്. അങ്ങനെ ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞിട്ട് പെരുമ്പാവൂരുള്ള IPCയുടെ ഒരു ബൈബിൾ കോളേജുണ്ട്, ഓഞ്ഞാശ്ശേരിയിൽ ഒരു ബൈബിൾ കോളേജുണ്ട്, KN ജോസഫ് പാസ്റ്റർ നടത്തുന്നതാണ്. ബാവുച്ചെറിയൻ പാസ്റ്റർ കോളേജ് അധ്യാപകനായിരുന്നു. അപ്പൊ ആ പാസ്റ്റർ വന്നിട്ട് ആലുവായിൽ പെരുമ്പാവൂര് പോഞ്ഞാശ്ശേരിയിലെ ബൈബിൾ കോളേജിൽ പോയി ഇന്റർവ്യൂവിന് വേണ്ടി പോയി. അതൊന്നും എന്നെ എത്ര ദിവസം പ്രാർത്ഥിച്ച് അവിടെ ചെല്ലുന്നറിയാം. ചെല്ലുമ്പോണ്ടല്ലോ അവിടെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പിള്ളേരിങ്ങനെ ഇന്റർവ്യൂവിനൊക്കെ വന്നിരിക്കുന്നത് ചെറുപ്പക്കാർ നിൽപ്പുണ്ട്. അപ്പൊ അതില് ഒരാളെ കണ്ട് ഞാൻ അടുത്തെന്ന് ചോദിച്ചു, എന്തോരം പഠിച്ചു ബ്രദറെ എന്ന് ചോദിച്ചു.
പുള്ളി പറഞ്ഞ് 5ാം ക്ലാസ് എന്ന്. അപ്പൊ എനിക്ക് ബലമായി, എനിക്ക് 6 ഉണ്ടല്ലോ എന്നുള്ള. 5ാം ക്ലാസ്സുകാരൻ വന്നിരിക്കുമ്പോ 6ാം ക്ലാസ്സുകാരൻ വരപ്പെടുന്നതിന് വല്ല കുഴപ്പമില്ല. എനിക്ക് 6 ഉണ്ടല്ലോ എന്നുള്ള ബലത്തിൽ ഞാൻ അവസാനം ഇന്റർവ്യൂ ഒക്കെ നടന്നു. ഇന്റർവ്യൂ എല്ലാം കെട്ടി അത് നമ്മളെ പുറത്താകുന്നൊരു രംഗം വന്നു. കയറി പോകത്തില്ലെന്ന് തോന്നി. ചോദിച്ചതെല്ലാം പൊളിഞ്ഞു. അങ്ങനെ ഒരുമാതിരി ചോദ്യമൊക്കെ ചോദിച്ച് നമ്മളെ വരം തെറ്റി ഇങ്ങനെ പുറകോട്ട് പോവാൻ എടുക്കത്തില്ലെന്ന് തോന്നുന്ന സ്ഥിതി വന്നപ്പോൾ ബാവുച്ചെറിയൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. ബാവുച്ചെറിയൻ മാസ്റ്റർ എന്നെ കണ്ടപ്പോ ഇങ്ങനെ ദൈവം അദ്ദേഹത്തിന് ഇത് ബോധിച്ചു. പുള്ളി പറഞ്ഞൊരു കാര്യം, ഈ പുള്ളിക്ക് ഒരു വിളിയുള്ള ഉണ്ട് തോന്നുന്നു, നമുക്ക് ഒരു 1-2 മാസം കൊടുക്കാം, ശരിയാകുവാണെങ്കിൽ പഠിപ്പിക്കില്ലെങ്കിൽ പറഞ്ഞുവിടാം, ഒന്ന് ശ്രമിച്ചു നോക്കാം, ഇയാൾക്കൊരു വിളിയുള്ള ആളാന്ന് എനിക്ക് തോന്നുന്നു, നമുക്ക് നോക്കാം, ഒക്കുമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പറഞ്ഞുവിടാം, 2 മാസം ഒന്ന് പഠിക്കേണ്ടത് പറഞ്ഞു. അങ്ങനെ ബാവുച്ചെറിയൻ മാസ്റ്റർ പിടിച്ച് തള്ളി ഞാൻ അതിനകത്ത് കയറി. അങ്ങനെ പോയാശ്ശേരി ബൈബിൾ കോളേജിൽ ഞാൻ കയറി. 2 വർഷത്തെ കോഴ്സായിരുന്നു. ഞാൻ 6 മാസം പഠിച്ചുള്ളൂ. എൻ്റെ എല്ലാം ഈ 6ൽ നിൽക്കുന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല. എന്നോട് ഈ 6 മാസവും കഷ്ടകാലം നിറഞ്ഞ എൻ്റെ വീടിന്റെ അവസ്ഥ എത്രയോ സ്വാധീനം. ഭാര്യ കുഞ്ഞും വിഷമകരമായ അവസ്ഥയിൽ പോകുന്നു. വീട് ഓലമേഞ്ഞ വീട് ഇടിഞ്ഞു പോയി. എൻ്റെ പഴയ കഥയായിട്ട് ഞാൻ പറയുന്നു. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുന്നത്. പഴയ കഥയാണ് പറഞ്ഞതാണ്. സ്തോത്രം ചെയ്യുന്നു. ഇനിയിപ്പോ നിങ്ങൾ ഓല മേടിച്ചു കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ദൈവം തമ്പുരാൻ അതൊക്കെ അതിന്റെയൊക്കെ പുസ്തകം പരിഹരിച്ചാണ്. ഇത് 30 വർഷം മുമ്പുള്ള കഥയെ പറയുന്നത്. ചിലത് കേൾക്കുമ്പോൾ ചെറിയ പുള്ളിക്ക് ഇനി ഓല മേടിക്കാൻ കാര്യം കൊടുക്കും വേണ്ട, ഇത് കേട്ടാ മതി. ദൈവം അതെല്ലാം തന്നിട്ടുണ്ട്. ഒത്തിരി അനുഗ്രഹിച്ച ഒരാളാണ്. ദൈവത്താൽ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടൊരു മനുഷ്യനാണ് ഞാൻ. അതാണ് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയോ ദൈവത്തിന് അറിയാൻ എൻ്റെ വിഷമങ്ങൾ അതുപോലത്തെ വിഷമങ്ങളായിരുന്നു. പക്ഷേ ദൈവത്തിന് ഈ 6 മാസം പഠിച്ചെങ്കിൽ 6 മാസം ഞാൻ പഠിച്ചേക്കാൾ കൂടുതൽ, അതെന്ന് വെച്ചാൽ കഴിച്ചതിനേക്കാൾ കൂടുതൽ ഊസിച്ച ദിവസങ്ങളാണ്. കാരണം അന്ന് പകലെല്ലാം ഇങ്ങനെ വസിക്കണം, കഴിക്കാൻ തോന്നുന്നില്ല. കാരണം അതുപോലെ ബുദ്ധിമുട്ടുകൾ. പിന്നെ ഓരോ മൂലയും 2 ഹോളാണ്, അല്ലാതെ ഇങ്ങനെ റൂമുകളൊന്നുമില്ല. 2 ഹോൾ. അപ്പൊ ഓരോ മൂലയാണ് എൻ്റെ സ്ഥലം. ഒരു ക്ലാസ് കഴിഞ്ഞ ഉടനെ ഞാൻ ആ മൂലയിലേക്ക് പോകും, മുട്ടുമടങ്ങും, മൂലയിലേക്ക് നോക്കാം. അപ്പൊ അവിടെ ഒരു വർത്താനം പറയും, പിള്ളേർ ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്നെങ്കിൽ ഞാനിത് അന്യഭാഷ. വേറൊരു സത്യം ഞാൻ പറയാം, ഞാൻ മലയാളം പറഞ്ഞുള്ളതിനേക്കാൾ കൂടുതൽ ഈ 30 വർഷത്തിനുള്ളിൽ ഞാൻ അന്യഭാഷ പറഞ്ഞിട്ടുണ്ടെന്നായിരിക്കും ആണ് എൻ്റെ വിശ്വാസം. തെളിയിക്കാനും പറ്റുന്നില്ല. അന്യഭാഷയിൽ സംസാരിക്കും, മനുഷ്യരോടല്ല ദൈവത്തോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അന്ന് മുതലേ എനിക്ക് ഒത്തിരി സമയങ്ങൾ അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കാനായിട്ട് എനിക്ക് അവസരം ഉണ്ടായി. എപ്പോഴും വഴി നടക്കുമ്പോഴില്ലെങ്കിൽ അന്യഭാഷ പറഞ്ഞു നടക്കുന്നു. എപ്പോഴും അതായിരുന്നു. ഒരു സമയം മുഴുവൻ ഇങ്ങനെ എത്രയോ മണിക്കൂറുകൾ അന്യഭാഷയിൽ സംസാരിക്കുക. അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അന്യഭാഷയായിരിക്കും ഞാൻ മലയാളം പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറഞ്ഞെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അത് എനിക്ക് തെളിയിക്കാൻ നോക്കത്തില്ല ഞാൻ. എന്നാൽ എൻ്റെ അതെനിക്ക് നന്മയായി എന്നാണ് ഞാൻ ഈ പറയുന്നത്. നന്മയായി. അന്യഭാഷയിൽ സംസാരിക്കുന്ന മനുഷ്യരോടല്ല ദൈവത്തോടാണ്. എനിക്ക് അതിന് ആത്മീയ വർധന വരുന്നു. അതാണ് ആത്മാവിൻ മർമ്മങ്ങളെയാണ് സംസാരിക്കുന്നത്. കിട്ടിയത് കളയരുത്. ലഭിച്ചത് ജ്വലിപ്പിക്കണം. അങ്ങനെ ശോധന ചെയ്യുന്നു. അങ്ങനെ ഞാന് ശോധന ബൈബിൾ കോളേജിൽ പഠിച്ച 6 മാസം ഞാൻ പരീക്ഷ എഴുതി കൊടുത്താലുണ്ടല്ലോ, പരീക്ഷയൊക്കെ ഇടുമല്ലോ, പരീക്ഷ എഴുതുമ്പോൾ സാറന്മാർക്ക് വായിക്കാൻ അറിയത്തില്ല. എൻ്റെ പേപ്പർ എല്ലാം വായിക്കാൻ അറിയാമെങ്കിലും എൻ്റെ പേപ്പർ വായിക്കാൻ അവർക്ക് അറിയത്തില്ല. കാരണം അതുകൊണ്ട് എഴുത്താൻ ഞാൻ വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവരിങ്ങനെ എക്സ് പോലെ ചുമന്ന മഷിയിൽ മൊത്തം പേപ്പറിൽ ഇങ്ങനെ വരച്ചിങ്ങനെ തരും. ഞാൻ അതൊരു ഫുൾ മാർക്കായിട്ട് എടുക്കുമായിരുന്നു. ഈ അടുത്ത കാലത്ത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോൾ ട്രെയിനിന്റെ പുറകിൽ ഇങ്ങനെ ഒരു എക്സ് പോലത്തെ വരാം. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞ്, കണ്ടോളൂ എൻ്റെ മാർക്ക് കിടക്കുന്ന കണ്ട്. അന്ന് ധാരാളമായി വരച്ച വരെ ഇപ്പോഴും കൺമുമ്പിൽ തെളിഞ്ഞു. ഓടിച്ച് വായിക്കാറുണ്ടെങ്കിൽ വേണം പലകെ തെളിവായി വരയ്ക്കുക എന്ന് പറഞ്ഞ പോലത്തെ വരയാണല്ലോ. പക്ഷേ എന്താണ് 6 മാസമായി എനിക്ക് നിൽക്കാൻ പോലെ എൻ്റെ ആ വീടിൽ ഇങ്ങനെ ആടി ഒത്തിരി വിഷമങ്ങൾ. അതൊക്കെ പറയാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ ഞാനൊരു ദിവസം പെട്ടെന്ന് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ബൈബിൾ കോളേജിൽ അന്ന് ബാവുച്ചെറിയൻ മാസ്റ്റർ പഠിപ്പിക്കുന്നത്. അപ്പം ഞാന് ബാവുച്ചെറിയൻ മാസ്റ്റർ അടുത്ത് ചെന്ന് പറഞ്ഞു, ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു, സാറേ എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല സാറേ, ഞാൻ പോവാ. സാറ് പറഞ്ഞു, ഈ വയലിൽ കണ്ടാൽ കൊള്ളാം, പക്ഷെ പോക്ക് കണ്ടെടുത്ത് തീരെ സാധ്യതയില്ല, രക്ഷപ്പെടാൻ സാധ്യത കുറവാണ്.
പഠിച്ചിട്ട് പോകുന്നവരുമാർ പോലും മര്യാദയ്ക്ക് രക്ഷപ്പെട്ടില്ല, പിന്നെ പഠിക്കാണ്ട് പോയാൽ അത് സത്യമാണ്. ഞാൻ പിന്മാറി പോവുകയല്ല, പക്ഷെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എന്റെ അവസ്ഥ അതുപോലെ ആയിപ്പോയി. എന്തോ പറയാൻ പോലും ഓർക്കാൻ പോലും പറ്റാത്ത അനുഭവങ്ങളിലൂടെയാണ് ഞങ്ങൾ അന്ന് കടന്നത്. ഞാൻ തീർത്ത് പോരും, എന്താ പറയുക സാറേ, ഞാൻ പോവുക. ഇയാളെ വായിൽ നിന്നിങ്ങനെയാക്കി നല്ലതായിരുന്നു, പക്ഷെ എന്ത് പറയാൻ, ഇയാളെ പോകുന്ന ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ എന്നെ പറഞ്ഞു. കാരണം സത്യത്തിൽ പോകുന്നൊരു വിഷമമുള്ളതുകൊണ്ടാണ് എന്നോട് അങ്ങനെ പറഞ്ഞത്. എന്നെ കുറിച്ച് ഒരു കരുതലുണ്ടായിരുന്നു സാറിന്. അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഞങ്ങൾ ആ ബന്ധം എന്നും അന്നും സൂക്ഷിക്കുന്ന ആളാണ്. കഥാണ് ചോദിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഒത്തിരി ഉപകാരങ്ങളും നന്മയും ഉണ്ടായിത്തീർന്ന ഒരു കഥാപാത്രമാണ് ഭാഗത്തിൽ. അതുകൊണ്ട് അന്നും ഇന്നും ഓർക്കുന്ന, കഴിഞ്ഞ ദിവസവും എല്ലാ ദിവസവും വിളിക്കുകയും ഇപ്പോഴും മിക്കവാറും എല്ലാ ദിവസവും വിളിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് അതിനെതിരായിട്ടൊന്നും പറയുന്നതല്ല. അങ്ങനെ ഞാൻ ബൈബിൾ കോളേജിൽ നിന്ന് പോന്നു. ബാബു ചെറിയാൻ ഭാഷ ലണ്ടനിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ലണ്ടനിൽ പോയി. ഞാൻ ലണ്ടനിൽ ചെന്നിട്ട് ബാബു ചെറിയാൻ ഭാഷ ഫോണിൽ വിളിച്ചു. ഫോൺ എടുത്തു. പറഞ്ഞത് ഞാൻ ചോദിച്ചു, ഹലോ എന്നൊക്കെ പറഞ്ഞപ്പോ എന്നോട് ഇതാരാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ മണ്ടന്മാർ ലണ്ടനിൽ നിന്ന് പറഞ്ഞു. വാജിരവാദികളോ ജോണിക്കുട്ടിയല്ലോ ഇവിടെ, താനാണ് മണ്ടൻ ഞാനാണ് മണ്ടൻ ആലോചിച്ചുകൊണ്ട് ഞാനിരിക്കുക. അന്നേരം അത് എൻ്റെ മണ്ടൻ. ഇതാണ് ശോധന. അപ്പൊ ദൈവത്തിന് ഞാനിത് പറഞ്ഞൊക്കെ മനസ്സിലായിരിക്കും. നിങ്ങൾ പലരും നിർത്തിപ്പോയി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ശോധന. എനിക്ക് എന്റെ വീട്ടിൽ നിന്ന് പുസ്തകം കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന് കൃപയാൽ അത് കഴിഞ്ഞ് വന്ന 21 ഞാനിവിടെ പറയുന്ന നിർത്തിയാണ്. ഇത് ഒരു പാസ്റ്റിരിക്കുന്ന സമയം സ്റ്റേജിച്ചിട്ടുണ്ട്. ഇനിയാണ് അതാണ് ശോധന ചെയ്തു. ഞാന് പിന്നീട് വന്ന് കുറെ ദിവസങ്ങൾ ഉപസിച്ചു. ഇരുന്ന് കരഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ കൂടെ പഠിച്ചൊരു ബ്രദർ വൈക്കത്തുണ്ട്. ആ ബ്രദർ എന്നെ വിളിച്ചു, ഇപ്പൊ നോർത്തിട്ടില്ല. അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഇയാൾ വെറുതെ ഇരിക്കുവാണെങ്കിൽ ഇങ്ങോട്ട് വരാമെങ്കിൽ കുറെ വീടുകളിൽ കയറി ലഘുലേ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ വിളിച്ചു. ഞാൻ വണ്ടി കാശ് ഒപ്പിച്ച് വൈക്കത്ത് പോയി. പുള്ളിയുടെ കൂടെ കുറെ വീടുകളിൽ കയറി ലഘുലേ കൊടുക്കുകയും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റുന്നില്ല, പ്രസംഗിക്കാൻ പറ്റുന്നില്ല, പാടാൻ പറ്റുന്നില്ല. ദൈവം എനിക്ക് പ്രതി കൃപയും ഭാവരും തരുന്നില്ലെങ്കിലും എന്റെ ഈ കാലഘട്ടം കൊണ്ട് ഞാൻ കയറി ഇറങ്ങി നടന്ന് കാലും കൈയും പിടിച്ചാണെങ്കിലും വാതിരം പറഞ്ഞ പറഞ്ഞൊരു 35 പേരെങ്കിലും ഞാൻ വിശ്വാസി കൊണ്ടുവന്നിട്ടുണ്ട്. ആ കാലയളവിൽ വിശ്വാസത്തിൽ വന്നവരൊരു 10-30 പേരെങ്കിലും ഇപ്പോഴുണ്ട്. എന്തായാലും ആ കാലയളവ് വേറെ ഒന്നും നടന്നില്ലെങ്കിലും കയറി ഇറങ്ങി കാമേൻ യാചിച്ച് നാണം കെട്ട് സംസാരിച്ച് വാദിച്ചും ഒക്കെ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ വിശ്വാസത്തിലേക്ക് ആൾക്കാരെ നടത്തും. കഥാ വിശ്വാസം ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോ ഈ ദേഹം ശുശ്രൂഷയൊന്നും ഇല്ലല്ലോ. ഇങ്ങനത്തെ അവസ്ഥയിൽ ഞാന് ബൈക്കെത്തി നിന്നു. തന്റെ വീട്ടിൽ കൂടെ കുറെ വീട് കയറി ലൈലേക്ക് കൂടെ തിരിച്ചു വരാനായിട്ട് പോവാം. ഒരാഴ്ചയോളം അവിടെ നിന്നു. ആ ബ്രദർ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിലെ ഒരു വിശ്വാസിനി വിട്ട് കോട്ടേജ് മീറ്റിംഗാ, കഴിഞ്ഞിട്ട് പോയ പോലെ എന്ന് വെച്ചു. പറഞ്ഞു മതി, നമുക്ക് പരിപാടിയൊന്നുമില്ല, ആര് നിൽക്കാൻ പറഞ്ഞ അവിടെ നിൽക്കുമല്ലേ. അങ്ങനെ പുള്ളിയുടെ കൂടെ പുള്ളി പറഞ്ഞ പോലെ ഒരു വീട്ടിലൊരു കോട്ടേജ് മീറ്റിംഗ് നടക്കുന്നിടത്തേക്ക് പോവുകയാണ്. ആ വീട് ഒരു ചെറിയ ചെരുവ് പോലെയാണ്. കയറ്റത്തിന് കയറാൻ നേരത്ത് എന്നോട് ഇവൻ എന്റെ ചെവി രഹസ്യം പറഞ്ഞു നമ്മൾ പോകുന്ന വീട്ടിലെ മൂത്ത പെണ്ണിന് ഭ്രാന്താന്ന് പറഞ്ഞു. അത് കേട്ട ഉടനെ ഞാനങ്ങ് ഞെട്ടിപ്പോവുകയല്ല, ഭയം കയറി അടിച്ചു. ഭയം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നൊന്നും അറിയത്തില്ല, അതുപോലത്തെ പേടി. ഒരു സ്ത്രീ തന്നെ ഉള്ളിടത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു അടുത്തേക്ക് അല്ല, സഭയുടെ പ്രാർത്ഥന നടക്കുകയല്ല, പേടിക്കണ്ട. പേടിയായിപ്പോയി. ചെവിയിലേക്ക് ഇവരിങ്ങനെ രഹസ്യം പോലെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഊതി വിട്ടതുപോലെയാ. പേടിച്ചിട്ട് കൈയും കാലിങ്ങനെ വിറങ്ങുന്നു, ഈയിൽ വിറയ്ക്കുന്നു. ഇങ്ങനെ കയറി വരുമ്പോൾ പാസ്റ്റർ ഇങ്ങനെ ഇരിക്കുക. പാസ്റ്റർ എന്നോട് പറഞ്ഞു, എന്നെ കണ്ടുകൊണ്ടേ ഇവിടെ എന്ന് പറഞ്ഞു. കനമുള്ളൊരു പാസ്റ്റർ, പ്രായമുള്ളൊരു പറഞ്ഞു, അവിടെ ബ്രദർ പോയി സൗർമാരുടെ പുറകിൽ പോയിരുന്നു. ഒരു പഴയ വീടാണ്, ഈ വെട്ടുകല്ലും കൊണ്ടൊക്കെ പണിത്, തേച്ചിട്ടില്ല. ഈ വാതിലിന്റെ കട്ടിലൊക്കെ വെച്ചുള്ള വാതിലൊന്നുമില്ല, ഈ പഴയ സാരിയൊക്കെ തേപ്പിച്ച് ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ. അങ്ങനത്തെ ഒരു വീടാണ്. അപ്പൊ അങ്ങനെ അതിനിടയ്ക്ക് ആ ഉള്ള സ്ഥലത്ത് രണ്ട് ലൈൻ ആൾക്കാർ ഇരിക്കുന്നത്. പാസ്റ്ററുടെ അടുത്ത് എന്നോട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് കൽപ്പിച്ചോണ്ട് ഞാൻ അവിടെ ഇരുന്നു. ഞാനിങ്ങനെ സൗകര്യമാരെയൊക്കെ സൂക്ഷിച്ച് നോക്കുക, സൂക്കറിൽ ആരെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് ആരെയും കണ്ട് മനസ്സിലാകുന്നില്ല. എല്ലാവരുടെയും മുഖത്ത് ഞാൻ നോക്കുന്നുണ്ട്, ഇതിനകത്ത് ആരാ ഈ സൂക്കേടുള്ള, ആരെയും മനസ്സിലാകുന്നില്ല. എനിക്ക് കണ്ണടയ്ക്കാനൊന്നും പറ്റുന്നില്ല. ഇരിക്കുമ്പോൾ സുഖമില്ലാത്ത സ്ത്രീ കർട്ടൻ മാറ്റി എന്റെ നേരെ ഒരു നോട്ടം.
എന്റെ തലയിൽ കുപ്പിച്ചില് വാരിയിട്ടതുപോലെ പോയി. പേടിച്ച് കുറച്ചു. അവരെന്റെ നേരെ നോക്കുക, ഞാൻ അവരുടെ നേരെ നോക്കുക. അവർ വിചാരിക്കുന്നത് ഇയാളെന്തിനാ എന്റെ നേരെ നോക്കുന്നത്. അപ്പൊ അവർ വിചാരിക്കുന്നത് ഇയാളെന്തിനാ എന്റെ നേരെ നോക്കുന്നത്. എന്റെ വിചാരം അത് ഇന്ന് എന്റെ മണ്ടയ്ക്ക് ചാടി വീഴും, എന്നോട് എന്നെ സംഭവിക്കുന്നതാണ്. എനിക്ക് പേടിയായിട്ട് ഒരു രക്ഷയില്ല. അവർ ഇങ്ങോട്ട് വരും എന്നൊരു ചിന്ത എനിക്ക്. എന്നിട്ട് ആ പാസ്റ്ററിന്റെ കാലെ തോണ്ടി. അപ്പൊ ഞാൻ ഒന്നോടെ ഞെട്ടി. പാസ്റ്റർ പറയും, ബ്രദർ 10 മിനിറ്റ് ദൈവം സംസാരിക്കണോ. ഇറങ്ങി ഓടുന്നത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പറയുന്നത് 10 മിനിറ്റ് വരെ സംസാരിക്കും. എനിക്കാണെങ്കിൽ 10 മിനിറ്റ് സംസാരിക്കാനില്ല. നന്ദിയോട് സ്വോത്രം ഹല്ലേലൂയ, നന്ദിയോട് സ്വോത്രം ഹല്ലേലൂയ. ഇങ്ങനെ 3-4 ഹല്ലേലൂയ കഴിയുമ്പോൾ തന്നെ എന്റെ ഇടപാട് തീരും. അത്ര ഉള്ളു എന്റെ കയ്യിൽ. അതും പേടിച്ച് പറിച്ച് ഓടാനിരിക്കുമ്പോൾ അതും വിജയിക്കുമില്ല. ഞാൻ പറഞ്ഞില്ല, സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇല്ല, ബൈബിൾ കോളേജിൽ നിന്ന് വന്നാലേ 10 മിനിറ്റ് ദൈവം സംസാരിക്കണം. മുഴുവനും കട്ടിക്കറി. പാസ്റ്റർമാർ ചില ദിവസം ദൂതില്ലാത്ത ദിവസം എന്നാണല്ലേ സഹോദരന്മാർക്കൊക്കെ ചിലപ്പോൾ ചീട്ട് വീഴുന്നത്. ചിലപ്പോൾ പാസ്റ്റർമാർ ദൂതില്ലാതിരിക്കുന്ന ദിവസമാണ് അന്ന് ബ്രദറിനൊരു നിയോഗം എന്നൊക്കെ പറയുന്നത്. എല്ലാ പാസ്റ്റർമാരും അങ്ങനെയല്ല. നിങ്ങളെ പാസ്റ്റർക്കൊക്കെ ഇങ്ങനെ ലോഡ് കണക്കിന് ദൈവം കൊടുത്തിട്ടുണ്ട്. സ്വത്രം അനുഗ്രഹമാണ്. ഞങ്ങളുടെ വീട്ടിലുള്ള പാസ്റ്റർമാരുടെ കാര്യം പറഞ്ഞു. എന്തായാലും അന്ന് വാസക ദൂതില്ലാത്ത ദിവസമാണ് ഞാൻ ചെന്നിയാടി. അതുകൊണ്ട് എല്ലാ 10 മിനിറ്റ് സംസാരിക്കും. ഞാനന്ന് ഈ സൗണ്ട് കേൾക്കുന്ന പ്ലാസ്റ്റിക് കൂടിനകത്ത് ബൈബിളൊക്കെ ഇട്ടുകൊണ്ട് പോയി. ബൈബിൾ ഇങ്ങനെ സൗണ്ട് കേൾക്കാതെ പ്ലാസ്റ്റിക് കൂടിനകത്ത് കയറ്റി മടക്കി ഇറങ്ങി പോകാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ ഇറങ്ങി പോന്നാൽ ആ മൃദമൊന്ന് കൈ അടിച്ചു പോകുന്നതിന് അങ്ങോട്ട് നോക്കുന്നുമില്ല. എന്നിട്ട് സ്ത്രീ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. എനിക്ക് ആപ്പാട് ഇതായി. അപ്പം ഞാൻ വിചാരിക്കും ഇത് എന്തോ ചെയ്യും, എന്തോ ചെയ്യും. ആപ്പാടിനുമായി വട്ടുപോലെയായി, രാത്രി പിടിച്ചുപോലെയായി. ഭയം കൊണ്ടാണ് ഇരിക്കാൻ വയ്യ. അതിനെ പ്രസംഗിക്കാൻ പറഞ്ഞാൽ അതെല്ലാം കൂടെ കൂട്ടി വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഇറങ്ങിപ്പോകാനായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വലിയ വിഷമം കയറിയിട്ടുണ്ട്. ഒരു പെറുപെറുക്കുന്ന ഭാഷയിലാണ്. സത്യത്തിൽ അങ്ങനെ ആയിപ്പോയി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്നെ എന്തിനാ ഇങ്ങനെ പടച്ചു വിട്ടെ? എല്ലായിടത്തും കൂലിവേല ചെയ്ത് ജീവിച്ച മനുഷ്യനല്ലേ. വേലയ്ക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ചിറക്കിയിട്ട് ഇത്രയും കാലം ഞാൻ എത്ര 7 ഉപസിച്ചു, എത്ര 21 ഇരുന്നു. ഈ കാലം മുഴുവൻ ഉപസിക്കുകയും പ്രാർത്ഥന ചെയ്തിട്ട് എനിക്ക് തരാം നിനക്കൊന്നുമില്ലല്ലോ. പണ്ട് മാനസിക രോഗികൾ ഓടിച്ചിട്ട് പിടിച്ച് വലിച്ചു വണ്ടിയെ കയറ്റി ആശുപത്രി കൊണ്ടയാളല്ലേ. ഒരു മാനസിക രോഗം നിൽക്കാൻ പോലും ശേഷിയില്ല. ഞാൻ ദുർബലനായി പോയില്ല. എനിക്ക് പണിയെടുത്ത് ജീവിക്കാനൊക്കില്ല. ആരോഗ്യം പോയി. എന്നെ ഇനി എന്തിനു കൊള്ളാം? ഞാനിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. ദൈവങ്ങൾ എന്നാലും ഓർക്കണം, പെട്ടെന്ന് തലയ്ക്ക് ആരോ ഒന്ന് ഇടിച്ചതുപോലെ എനിക്ക് തോന്നി. അവരല്ല, എന്തോ ഇടിച്ചിറങ്ങിയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഒരു ശക്തി ആവരിച്ചു. കൈകാലം പറയ്ക്കാൻ തുടങ്ങി. ആദ്യം പറച്ച് പറയല്ല എന്ന് പറഞ്ഞാൽ ബൈബിളിലെ നമ്മൾ വായിച്ച വാക്യം, ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. മനസ്സിൽ സീവനിലേക്കുള്ള പെരുവഴികളുണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ പണം ഇട്ടുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. എല്ലാം പണം ബാങ്കിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചിലരുടെ പേഴ്സ് കണ്ട് നമ്മൾ പേടിച്ചു പോകും. അമേരിക്കയിലും ഗൾഫിലുള്ള പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയുണ്ട്. വണ്ടി വല്ല ഇറക്കി വന്നാൽ പേഴ്സ് എടുത്ത് വെച്ചാൽ വണ്ടി ഊട് വെച്ച് വണ്ടി നിൽക്കുവാണ്. അതിപ്പോൾ പേഴ്സ്. പക്ഷെ കുറെ സൂപ്പർ മാർക്കറ്റിലെ കാർഡും ക്രെഡിറ്റ് കാർഡും കൊണ്ട് അതിങ്ങനെ വീർത്തിരിക്കും, ഒന്നും കാണത്തില്ല. ഇങ്ങനെയുള്ളവരുണ്ട്, അല്ലാത്ത വീർത്തവരുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞു. ഇന്നാളെ ഒരാൾ പറഞ്ഞു പേഴ്സ് ഇങ്ങനെ ജീൻസിന്റെ പുറകിലിട്ട് ഇരുന്ന് നടുവിന്റെ ഡിസ്ക് തെറ്റിപ്പോയി. ഇങ്ങനെ വീർത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കുറെ 25 കാർഡ് ഉണ്ടായിട്ട് കാര്യമില്ല. അക്കൗണ്ടിൽ എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞ പോലെയാണ്. നിക്ഷേപം ഉണ്ടെങ്കിൽ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങളുടെ ചർച്ചയിലെ ഷാർലറ്റ് പി മാത്യു എന്ന് പറഞ്ഞൊരു പ്രധാനമുണ്ട്, പ്രസംഗിക്കുന്നൊക്കെയാണ്. അദ്ദേഹം പണ്ടൊരിക്കലും എന്നോട് പറഞ്ഞു, ഒരു 12,000 രൂപ ആരണ്ട് അയച്ചു. അത് വന്നോ നോക്കാൻ വേണ്ടി ATM മെഷീൻ ചെന്ന് കാർഡ് ഇട്ട് നോക്കുമ്പോഴത്തേക്കും ATM മെഷീൻ കാർഡ് ഇങ്ങോട്ട് തുപ്പിത്തരുമെന്ന് നമ്മൾ പറഞ്ഞു. പൈസ ഇല്ല. കാർഡ് ഇങ്ങോട്ട് എടുത്തിട്ട് പോണേ കാർഡ് കഴിയും. ചില ബന്ധുക്കോസികളുടെ അവസ്ഥ ഇങ്ങനെയാണ്, വിശ്വാസികളുടെ അവസ്ഥ ഇങ്ങനെയാണ്. സംഗതി ATM മെഷീൻ ഇങ്ങനെ നിൽപ്പുണ്ടെങ്കിലും കാർഡ് ഉണ്ടെങ്കിലും അതിനകത്തൊന്നുമില്ല. നീ നിന്റെ ഉഴച്ചകളെ എണ്ണുന്നു, നിന്റെ കണ്ണുനീര് നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ. അത് നിന്റെ പുസ്തകത്തിലില്ലയോ? അന്യഭാഷയിൽ സംസാരിക മനുഷ്യരോടുള്ള ദൈവത്തോടാണ്. തനിക്കിതിന് ആത്മീയ വർധന വരുത്തുകയാണ്. ഓരോ ആരാധന കഴിയുമ്പോഴും, ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും, ഒരു ഉപവാസം കഴിയുമ്പോഴും ശേഖരണമാണ്, ബലമാണ്, ശക്തിയാണ്.
പക്ഷെ കയ്യിലേക്ക് തരുന്നില്ലെന്നേ ഉള്ളൂ. ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ അവിടെ വീഴുക. സമയമാകുമ്പോൾ അതെല്ലാം വെളിപ്പെട്ട് ഇങ്ങോട്ട് വരും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു, ഞാൻ എന്തോ എഴുതിരുന്നു, എത്രയോ ഉപസിച്ചു, എത്രയോ പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് ഇത്രയും കാലമായിട്ട് ഒന്നും തന്നില്ല, ഇനിയും തരില്ലെന്ന് വിചാരിച്ചു. പക്ഷെ അതെല്ലാം കൂടെ കൂടിയല്ല, ഫിക്സഡ് ഡിപ്പോസിറ്റ് പൊട്ടി. എന്റെ തലയിലേക്ക് എന്തോ ഇടിച്ചിറങ്ങിയത് പോലെ തോന്നി, കൈയും കാലും വിറച്ചു. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പാസ് പറഞ്ഞു, ഈ ബ്രദർ ഇപ്പോൾ 10 മിനിറ്റ് സംസാരിക്കുന്നു പറഞ്ഞു. ഞാൻ ചാടി എഴുന്നേറ്റ് വേദോസം പ്ലാസ്റ്റിക് കൂടിന്ന് എന്റെ ബൈബിൾ വലിച്ച് അടിച്ചു. ചാടി എഴുന്നേറ്റ് അന്ന് ആദ്യമായി ഞാൻ കണ്ണ് തുറന്ന് ജനത്തെ നോക്കി. അതുവരെ കണ്ണടച്ച് മൂക്ക് അടച്ചു പിടിച്ച് ഞാൻ കണ്ണ് തുറന്ന് ജനത്തെ നോക്കി. 10 മിനിറ്റ് 1 മിനിറ്റ് പോലെ പോയി. സൗണ്ട് മാറി, രീതി മാറി. വേറെ ആരാണ്ട് വന്ന് പ്രസംഗിക്കുന്ന പോലെ എനിക്ക് വരെ തോന്നി. 10 മിനിറ്റ് കൊണ്ട് ഒരൊറ്റ മിനിറ്റ് പോലെ തോന്നി. ബാസിന്റെ കാലിൽ തൂണ്ടി പറഞ്ഞു, ബ്രദറെ മുഴുവൻ സമയം ദൈവം സംസാരിച്ചാണ്ടെന്ന് പറഞ്ഞു. അന്ന് രാത്രി നീണ്ട 1.5 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചു. ആ രാത്രി 14 പേര് പരിശുദ്ധാത്മാവ് നിറഞ്ഞു അന്യഭാഷ ആരാധിച്ചു. വലിയൊരു ആരാധന വെളിപ്പെട്ടൊരു കോട്ടേജ് മീറ്റിംഗ് ആരും കരുതിയ കാത്തിരിപ്പൊന്നുമല്ല. ആത്മശക്തിയുടെ വ്യാപാരത്താൽ ജനങ്ങൾ ആത്മാവിൽ ആരാധിച്ചപ്പോൾ അടുത്ത വീട്ടുകാരെല്ലാം വന്ന് വട്ടം കൂടി, നാട്ടുകാരെല്ലാം വന്ന് ജനൽ വഴി വാതിൽ വഴി ജനം കൂടിയിരിക്കുകയാണ്. ആരും അത് നോക്കുന്നില്ല. ഞാൻ ശക്തിയോടെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് ശുശ്രൂഷിച്ചു. ഒരാത്മ ദൈവത്തെ ഞാൻ ജനത്തിന്റെ ഇടയിലൂടെ ചാടിച്ചെന്ന്, തലയ്ക്ക് മുകളിൽ ചാടിച്ചെന്ന് ആ സ്ത്രീ അവിടെ മുട്ടുകുത്തി അവളെ തലയെ കഴിച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ദൈവനെ സൗഖ്യമാക്കി. അന്ന് രാത്രി അവർ വിടുവിക്കപ്പെട്ടു. അന്ന് 14 പേര് ആത്മാവിൽ നിറഞ്ഞു. വലിയ ദൈവിക വിടുതൽ ശുശ്രൂഷ നടന്നു. പല രോഗികളും ആ രാത്രി സൗഖ്യമായി. ഞാനല്ല എന്ന് എനിക്ക് പോലും തോന്നിപ്പോത്തെങ്കിൽ മാറ്റം എന്റെ ജീവിതത്തിലുണ്ടായി. അന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിട്ട് എനിക്ക് കഴിക്കാൻ വേണ്ടി കൈ പറക്കുക. അന്ന് രാത്രി ഉറങ്ങാൻ പോയിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ദൈവം എന്നെ ഉത്തേജിപ്പിക്കുക. എഴുന്നേറ്റിരുന്ന് ഞാൻ വിളിപ്പിച്ചു. ആ രാത്രി ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞു. നീ ആരാന്ന് നിനക്ക് മനസ്സിലായില്ലേ? നീ വന്നപ്പോൾ നീ ഒരാളെ കണ്ടില്ലേ? അതാ നീ ഭീരുവാണ്, നീ ദുർബലനാണ്, നിസാരനാണ്, നിന്നെ ഒന്നിനും കൊള്ളത്തില്ല. ഒരു ഗുണമുള്ളവനല്ല നീ, ഒരു സാധ്യതയുള്ളവനല്ല നീ. പക്ഷെ ഇനി എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ നിന്റെ വകയല്ല, എന്റെ കൃപയാണ്. നിന്റെ വകയല്ല, എന്റെ കൃപയാണ്. ഈ കഴിഞ്ഞ 28 വർഷമായി ദൈവം അനേക അവസരങ്ങൾ നൽകി. അനേക യാത്ര 23 രാജ്യങ്ങളിലേക്ക് ഞാൻ പോയി. ഒരു രാജ്യത്തിന് അനേക രാജ്യങ്ങൾ, അനേക പ്രാവശ്യം പോയ രാജ്യങ്ങളുണ്ട്. അമേരിക്കയുടെ 18 സ്റ്റേറ്റുകളിലെങ്കിലും ഞാൻ പോയിട്ടുണ്ട്. കാനഡയിൽ ഇനി ഒരു 3-4 സ്റ്റേറ്റുള്ളൂ. ഓസ്ട്രേലിയ ഇനി ഒരു സ്റ്റേറ്റിലും കൂടെ, ബാക്കിയെല്ലാം ഞാൻ പോയി. പല ആവർത്തി എനിക്ക് യാത്ര ചെയ്യാൻ അവസരം ഉണ്ടായി. മലയാളം മാത്രം വെച്ചുകൊണ്ട് കർത്താവിനെ ചെയ്യുന്നു. ഒത്തിരി സ്ഥലങ്ങളിൽ ദൈവത്തിനെ കൊണ്ട് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് ഒത്തിരി യാത്രകൾ ചെയ്യുവാൻ, ഒരു വർഷം 90-95 മണിക്കൂറൊക്കെ യാത്ര ചെയ്ത അവസരങ്ങൾ ഒരു വർഷം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് എനിക്ക് വരാൻ അവസരം ഉണ്ടായിട്ടുള്ള ഞാൻ ഓർപ്പിക്കുകയാണ്. ഒരു സാധ്യതയില്ലാത്ത ഞാൻ സ്വീഡൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ, തായ്ലാന്റ് പോലെയുള്ള, ശ്രീലങ്ക പോലെയുള്ള ഒത്തിരി പല രാജ്യങ്ങളിലും പോയി. ദൈവത്തിന്റെ കൃപയാണ്. അവിടെ നല്ല ഈ ശ്രീലങ്കയിൽ പോയി ഒരാഴ്ച കൊണ്ട് നിൽക്കാനുണ്ടായിരുന്നു. ശനിയാഴ്ച വെള്ളിയാഴ്ച ദൈവം പറഞ്ഞു വേഗം കയറി വണ്ടി പിടിച്ച് നാട്ടിൽ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ താമസിച്ച ലോഡ്ജിൽ, അവിടെ എല്ലാവരും മീറ്റിംഗ് നടക്കും, താമസിക്കാൻ വേണ്ടി ലോഡ്ജ് എടുത്തു. ഞാൻ ഒരാളോട് പറഞ്ഞു എന്റെ ടിക്കറ്റ് മാറ്റി ദൈവം വേണ്ടത് കയറിപ്പോൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു അയ്യോ എന്തോ പറയുന്നത്. ഞാൻ പറഞ്ഞു രക്ഷയില്ല, പോയേ പറ്റൂ. ടിക്കറ്റ് കിട്ടാഞ്ഞിട്ട് കിട്ടിയ ടിക്കറ്റ് എടുത്തിട്ട് തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങി. ഇറങ്ങി ഞാൻ ട്രെയിൻ കയറി എറണാകുളത്ത് വന്നു. ദിവസം രാവിലെ ഇവിടെ ആരാധന കഴിഞ്ഞ് ഞാൻ TV ഓൺ ചെയ്യുമ്പോഴാണ് പറയുന്നത് അവിടെ ഒരു ബോംബ് സ്ഫോടനം നടന്നു. ഞാൻ താമസിച്ച ലോഡ്ജ് ഒരു പള്ളിയോട് ചേർന്ന ലോഡ്ജിലാണ്.
ആ ലോഡ്ജിനോട് ചേർന്നുള്ള പള്ളിയിലാണ് സ്ഫോടനം ഉണ്ടായ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചത്. അങ്ങനത്തെ ഒരു പിറ്റേ ദിവസം ലോഡ്ജികൾ സകല ആൾക്കാരെയും പൊക്കിക്കൊണ്ടുപോയി പോലീസ് തല്ലി തെറ്റിച്ചു. എന്നോട് ദൈവം പറഞ്ഞു ഓടിക്കോളാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ തല്ലുകൊണ്ട് ശ്രീലങ്കയിൽ കിടന്ന് ഊപ്പാട് വരണ്ട. നല്ല മീറ്റിംഗ് നടക്കുകയാണ്, താമസിക്കാൻ എടുത്തുന്ന ലോഡ്ജാണ്, പള്ളിയോട് ചേർന്നാണ്. ആ പള്ളിയിലാണ് ബോംബ് സ്ഫോടനം നടന്നത്. അവിടെ വന്ന് ആശ്രയിച്ച ആൾക്കാരെല്ലാം പോലീസ് കൊണ്ടുപോയി. പിറ്റേ ദിവസം ദൈവത്തിന് അറിയാൽ എന്നെ അവിടെ നിന്ന് അതുപോലെ എത്രയോ ഈ പള്ളുപതി പോകാത്ത എന്നെ, എഴുത്തും വായന അറിയാത്ത എന്നെ, വിദ്യാഭ്യാസം ഇല്ലാത്ത എന്നെ, ഞാൻ പറയുന്നതിനകത്ത് മനസ്സിലാന്ന് വിചാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നവന്റെ, ഉപവസിക്കുന്നവന്റെ, പറ്റിയിരിക്കുന്നവന്റെ, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, നാമത്തെ ഇറങ്ങിയാൽ ഞാൻ അവനെ ഉയർത്തും. ഇന്ത്യയുടെ 25 സ്റ്റേറ്റുകളിൽ ഞാൻ പോയിട്ടുണ്ട്. ഒത്തിരി യാത്രകൾ ഞാൻ ചെയ്യും. ദൈവം എനിക്ക് ഒത്തിരി അവസരം തന്നു, ഒത്തിരി. ഇപ്പൊ ഈ ലോക്ക്ഡൌൺ കാലത്ത് ഞങ്ങൾ മുഴുവനും ഇതുപോലെ ശുശ്രൂഷിക്കാൻ അവസരം, എത്രയോ അവസരങ്ങൾ കിട്ടി. ഞാൻ എന്റെ വാസു പറഞ്ഞ ഞാൻ എന്റെ പിള്ളേരും കൂടെ കൂടി രാവും പകലും, ഇപ്പൊ മോന്റെ കഴിഞ്ഞ് ഇറങ്ങി ഉടനെ ഞാൻ കയറിയത്. ഇത് കഴിഞ്ഞുണ്ട് ഇതുപോലെ എത്രയോ അവസരങ്ങൾ ദൈവം ഒരുക്കി തന്നു, എത്രയോ യോഗങ്ങൾ. ഞാൻ പറഞ്ഞത് ഈ ലോക്ക്ഡൌൺ സമയം തുടങ്ങിയ പിറ്റേ സമയത്തും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, കഥാളി ശോധന ചെയ്യുന്നു. അന്ന് തുടങ്ങി ഞാൻ ദൈവത്തിന് കൃപയാൽ ഒത്തിരി അവസരങ്ങൾ ദൈവം നൽകി. ആമേൻ. പല രാജ്യങ്ങളിൽ പോയിക്കൊണ്ടിരുന്ന എന്നെ പെട്ടെന്ന് ഞാൻ ഇവിടെ വന്ന് ലോക്ക്ഡൌൺ തുടങ്ങി ഇവിടെ എത്തി. ദൈവാവസരങ്ങൾ നൽകി. ഇപ്പൊ ആ സമയം മുതൽ ഇവിടെ മീറ്റിംഗ് നടന്നു. ഞാൻ പറഞ്ഞത് ഇവിടെ ഇരുന്നുകൊണ്ട് പല രാജ്യങ്ങളിൽ ശുശ്രൂഷിക്കാൻ ഭാഗ്യമുണ്ടായി. അതാണല്ലോ ഇന്ന് രാത്രി നിങ്ങളുടെ അടുത്ത് ഭാഗ്യവശാൽ എനിക്ക് അവസരം കിട്ടി. ഒത്തിരി സന്തോഷവാനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരു അവസരമാണ്. കർത്താവിന്റെ സാക്ഷിയാകാൻ ഇത് അവസരമാണല്ലോ. ഇത് വാതിലുകൾ ദൈവമാണ് തുറക്കുന്നത്. അത്ര വിശ്വസിക്കും. കണ്ണുകളടയ്ക്കാം, സമയം കഴിഞ്ഞു. കണ്ണുകളടയ്ക്കുന്ന നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് എല്ലാ കഥയും ഏകാഗ്രതമാക്കിയാണ്. ദൈവം നിങ്ങളുടെ സ്ഥിതികൾ മാറ്റാൻ പോവുകയാണ്. പ്രാർത്ഥനാ മുറിയിൽ വാഗ്ദത്തം കേൾക്കുന്നവൻ, ആലോചന കേൾക്കുന്നവൻ, നിന്റെ കുഞ്ഞിന്റെ ഭാവി നിന്റെ കയ്യിലോ, അവർ പഠിക്കുന്ന സ്കൂളിന്റെ കയ്യിലോ, നാറന്മാരുടെ കയ്യിലോ, യൂണിവേഴ്സിറ്റിയുടെ കയ്യിലല്ല, ദൈവത്തിന്റെ കയ്യില. പ്രാർത്ഥിക്കുന്നവർ പറയട്ടെ. അല്ലാതെ ഈ അവസരവും ആരാധനയും പ്രാർത്ഥനയൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ട് നടക്കുന്ന പോലുണ്ട്. എല്ലാ കാലത്തേക്കാൾ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. വചനം കേൾക്കേണ്ട സമയമാണ്, ഒരുക്കപ്പെട്ട സമയമാണ്, മടങ്ങി വരേണ്ട സമയമാണ്, മാറ്റം വരേണ്ട സമയമാണ്. ചൂരാമാന്റെ ഘടകത്തിന്റെ സന്തുരാതി ഘടക എല്ലാവരും നിർമ്മിച്ചു കൊടുത്തേ. എല്ലാം മടുപ്പും മാറട്ടെ, ക്ഷീണം മാറട്ടെ. സമയം തക്കത്ത് ഉപയോഗിക്കണം. പ്രാർത്ഥിക്കുന്ന നിന്നെ ഉയർത്താൻ പോവുകയാണ്. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. നാമത്തെ അറിയാൻ ഞാൻ ഉയർത്തും. ഘട്ടകാലത്തിനോട് കൂടെയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് ബന്ധപ്പെടുത്തും. ദീർഘായുസ്സുകളിൽ തൃപ്തി വരുത്തും. ജുഡമാനാദി ഘടകത്തിനാദി ഘടകത്തിനി അന്തരവരകൾ ശബ്ദുലാദി ഘടകത്തിനിയ ദൈവത്തിന് ജനത സ്ഥിതി മാറ്റാൻ പോവുകയാണ്. ദീർഘായുസ്സുകൾ തൃപ്തി വരുത്തുന്ന നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവന്മാർ. ഒന്നിനെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ആന്തര ഘടകത്തിന് ഘടകത്തിന് ഗശിയ കണ്ണുനീർ താഴ്വയിൽ കൂടി കടക്കുമ്പോൾ അവരെ ജലാശയമാക്കി തീർക്കും. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരും. മേൽക്കുമേൽ ബലം പ്രാപിക്കും. എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിൽ ഹൃദയം തുറന്ന് മനസ്സൊരുക്കി ഏകാഗ്രതയോടെ ആത്മാർത്ഥമായി ആത്മാവിൽ നിറഞ്ഞെന്ന് പ്രാർത്ഥിച്ചാൽ എല്ലാവരും. ചുന്നാമന് ഘടകത്തിന് വൈസന്തുരാദി ഘടകത്തിന് അർദ്ധുനാദിപല ഘടകത്തിന് വൈസന്തുരാദി ഘടകത്തിന് എല്ലാവരും സമർപ്പിത പ്രാർത്ഥനയിലേക്ക് മടങ്ങി വന്നാട്ടെ. ആരാധനയിലേക്ക് മടങ്ങി വന്നാട്ടെ. ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്നതിലേക്ക് മടങ്ങി വരട്ടെ. അന്യഭാഷ ദൈവത്തെ ആരാധിക്കാൻ മടിപ്പിക്കുന്ന വാക്കുകൾ, മടിപ്പിക്കുന്ന ശബ്ദങ്ങൾ, മടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, മടിപ്പിക്കുന്ന പ്രതികൂല അനുഭവങ്ങൾ ആരാധനയെ മടുക്കരുത്. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. കണ്ണീരൊഴുക്കിയതൊന്നും വെറുതെ ആയില്ല. ഉത്സിച്ചത് വെറുതെ ആയില്ല. കഴിഞ്ഞ 30-ലധികം വർഷങ്ങളായി ഞാൻ ദൈവത്തിന്റെ കരുണ അനുഭവിക്കുന്നവനാണ്, നന്മ അനുഭവിക്കുന്നവനാണ്. ഈ വിശാലയിലേക്ക് നടത്തി അർഹതയില്ലാത്ത ഒത്തിരി അനുഭവിച്ചു. ദൈവം നല്ലവനല്ലോ. ദൈവത്തേക്ക് ഒന്ന് വാടാൻ എനിക്കും
പിള്ളേർക്ക് ദൈവം ഭാഗ്യം നൽകി. ഈ ലോകത്തിലെ മറ്റേതിനേക്കാൾ നല്ലതാണ് കർത്താവ്. ആരാധന, ആത്മീയം, പ്രാർത്ഥന, ശുശ്രൂഷ, സുജനവേല. അതിന്റെ ഭാരം അനുഭവിച്ചുകൊണ്ട് പറയുന്നു, മടുക്കരുത്, ക്ഷീണിക്കരുത്, അകന്നു നിൽക്കരുത്, ഒഴിഞ്ഞു നിൽക്കരുത്. എല്ലാവരും ഉണർന്നേറ്റ്, എല്ലാവരും മടങ്ങി വന്നാട്ടെ, എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഈ വാസപ്രാർത്ഥനയിൽ വലിയ ആത്മീയ അഭിവൃദ്ധിയിലേക്ക് നയിക്കപ്പെടുവാൻ, പ്രാർത്ഥനയും ആരാധനയും നടക്കുവാൻ ആരും ഒതുങ്ങിപ്പോകരുത്, ആരും ക്ഷീണിക്കരുത്, ആരെയും പ്രാർത്ഥന കുറയരുത്. സ്തോത്രം. രോഗികൾ ഇന്ന് രാത്രി സൗഖ്യമാകട്ടെ. വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്ന, ശാരീരികമായി അസ്വസ്ഥ അനുഭവിക്കുന്ന, വേദനയിടുന്ന ചിലരുണ്ട്. കർത്താവ് തന്റെ അടിപ്പിടലുകളാൽ ഇന്ന് രാത്രി വേഗത്തിൽ പായുന്ന ദൈവത്തിന്റെ വചനം, ഇരുവായത്തിൽ ഏത് വാടിനേക്കാൾ മൂർച്ചയുള്ള, പ്രാണനെയും ആത്മാവിനെയും സന്ധിപ്പിച്ചിട്ട് വേർപിടിക്കുന്ന തുളച്ചു ചെല്ലുന്ന ദൈവവചനം അയച്ചു. യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ നാമത്താൽ സൗഖ്യമുണ്ടാകുവാൻ പിതാവേ, പ്രേംകുമാർ വാസുക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി എന്റെ ദാസന്റെ മേൽ നിന്റെ അത്ഭുതകരം വയ്ക്കണമേ. സഭയിലുള്ള ദൈവമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ അത്ഭുതകരങ്ങളുടെ മക്കളുടെ മേൽ വയ്ക്കണമേ. നിന്റെ ബലവിടെ മേൽ ചൊരിയണമേ. കൃപയാൽ നിറയ്ക്കണമേ. രാത്രിയിൽ യേശുവിനെ അധികാരം ഉപയോഗിച്ച് നിങ്ങളുടെ നാമം ചൊല്ലി ഈ രാത്രിയിൽ ദൈവസഭയെ, ദൈവദാസനെ, കുടുംബത്തെ, സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ഓടി നടക്കി വില കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ അനുഗ്രഹത്തിന്റെ കരം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഒരനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ അവസരം നൽകിയ പാസ്റ്ററോടും സഭയോടുമുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളെ ഓർക്കാറുണ്ട്, മിക്കവാറും ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. പാസ്റ്ററുടെ ബൈബിൾ ക്ലാസ്സിനൊക്കെ കയറുന്നുകൊണ്ടും നിങ്ങളെ ഓർക്കാനും ഒത്തിരി എളുപ്പം ഉണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. അവസരം തന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. ദൈവം സഹായിക്കട്ടെ.